ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മുടെ സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ചാണ് എന്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ടോപ്പിക് സെമി കണ്ടക്ടർ ആയിരുന്നു. അപ്പോൾ നമ്മൾ സെമി കണ്ടക്ടർ ഡയോഡ്സിനെ കുറിച്ചും അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുന്നത്, എന്താണ് ഒരു പി എൻ ജംഗ്ഷൻ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തു അവിടെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ ഒരു പി എൻ ജംഗ്ഷൻ തന്നെ നമ്മൾ എന്ത് ഡയോഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നോർമലി ഡയോഡ്സ് നമ്മളവിടെ ഡയോഡ് എന്നൊരു ടേം അവിടെ എല്ലായിടത്തും യൂസ് ചെയ്തിട്ടില്ല. ബട്ട് ഈ ഒരു പി എൻ ജംഗ്ഷൻ തന്നെ നമ്മൾ എന്തെന്ന് പറയുന്നത് ഡയോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കേണ്ട ഒരു സ്പെഷ്യൽ പർപ്പസ് ഡയോഡാണ്. എന്താണ് സ്പെഷ്യൽ പർപ്പസ് ഡയോഡ്? അപ്പോൾ നമുക്കറിയാം, നമ്മുടെ മുൻപൊക്കെ നമ്മുടെ വീടുകളിൽ നമ്മൾ എന്താണ് ഇൻകാൻസെന്റ് ബൾബ് യൂസ് ചെയ്തിരുന്നു. പിന്നെ നമ്മുടെ ട്യൂബ് ലൈറ്റുകൾ നമ്മൾ യൂസ് ചെയ്തിരുന്നു. പിന്നെ നമ്മൾ CFL ബൾബുകൾ നമ്മൾ യൂസ് ചെയ്തു. ഇങ്ങനെ പല ബൾബുകൾ നമ്മൾ എന്ത് യൂസ് ചെയ്തു. എന്നാൽ ആ ഒരു സമയത്തൊക്കെ നിങ്ങൾക്ക് ഒരു ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ എന്ത് ചെയ്തിരുന്നു, നമ്മൾ LED മാറിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ എനർജി എഫിഷ്യൻസി കൂടും എന്നൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു അന്നത്തെ സമയത്ത് നമ്മൾ കേട്ടതായിരുന്നു. അങ്ങനെ ഈ ട്രഡീഷണൽ ആയിട്ടുണ്ടായിരുന്ന എല്ലാ ലാമ്പുകളെയും മാറ്റിയിട്ട് നമ്മുടെ മാർക്കറ്റിൽ പ്രവേശിച്ച ഒന്നാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്ന് പറയുന്ന LEDs. ഓക്കെ, അപ്പോൾ LEDസിനെ കുറിച്ചും അതുപോലെ തന്നെ ലൈറ്റിനെ ഡിറ്റക്ട് ചെയ്യുന്ന ആളാണ് ഫോട്ടോ ഡയോഡ്സ്. ഈ LEDs എന്ന് വെച്ചാൽ ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, പുറത്തോട്ട് ലൈറ്റ് കൊടുക്കുന്ന ആൾക്കാരാണ് നമ്മൾ LEDs എന്ന് പറയുന്നത്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ്. ഇനി ഫോട്ടോ ഡയോഡ്സ് ഉണ്ട്, ഇവര് ലൈറ്റിനെ ഡിറ്റക്ട് ചെയ്യുന്നവരാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിന്റെ യൂസ് എന്നും ബാക്കിയുള്ള നമുക്ക് പഠിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മുടെ LEDസിനെ കുറിച്ചാണ്. ഇതിനെക്കുറിച്ചാണ് LEDസിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് LED? ഓക്കെ, സ്പെഷ്യൽ പർപ്പസ് ഡയോഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് LED, ഫോട്ടോ ഡയോഡ്. ഇങ്ങനെ ഒന്ന് രണ്ട് ആപ്ലിക്കേഷൻ, ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഓക്കെ, ലേസർ ഡയോഡ്സ് അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ സ്പെഷ്യൽ പർപ്പസ് ഡയോഡുകളിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സാധാരണ ഉള്ള ഒരു പി എൻ ജംഗ്ഷൻ തന്നെയായിരിക്കും. പക്ഷെ പി എൻ ജംഗ്ഷനിൽ എന്ത് ചെയ്യുന്നു, ഫർദർ മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇത്തരത്തിലുള്ള സ്പെഷ്യൽ പർപ്പസ് ഡയോഡ്സ് ഫോം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസിന് വേണ്ടി എന്ത് ചെയ്യാം, ഇത് നമുക്ക് അവിടെ യൂസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ എന്താണ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ് അല്ലെങ്കിൽ എന്ത് പറയാം LED. ഓക്കെ, LEDസിനെ കുറിച്ചാണ് ഈ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫുൾ ഫോം ഇവിടെ ഉണ്ട്. എന്താണ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ഇലക്ട്രോണിക്സ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾ ചെറിയ ടൈമിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, LEDs ലൈറ്റ് ഒക്കെ ലൈറ്റ് അപ്പ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുണ്ടായിരിക്കും. ഓക്കെ, നമ്മുടെ ഉത്സവ പറമ്പുകളിലും അല്ല നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ആയിട്ടും നമ്മളിപ്പോൾ ഒരു ഫോൺ എടുത്താൽ അതിനകത്ത് ഫ്ലാഷ് ഉണ്ടാവും. ഫ്ലാഷ് എന്താണ് LED ലാമ്പാണ്. ഓക്കെ, നമ്മളൊരു സിസ്റ്റം എടുത്താൽ അത് ഇൻഡിക്കേറ്റർ ഉണ്ടാവും. അതെല്ലാം എന്താണ് LEDs ആണ്. ഇപ്പോൾ നമ്മൾ എല്ലാത്തിലും LEDs ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഇരിക്കുന്ന റൂമിലെ ട്യൂബോ അല്ലെങ്കിൽ ഒരു ലൈറ്റ് ബൾബോ ഒക്കെ നോക്കിയാൽ മതി, എന്തായിരുന്നു അതെല്ലാം LEDs ആയിരിക്കും. ഓക്കെ, നമ്മളിപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞാൽ ക്രിസ്മസ് നമ്മൾ യൂസ് ചെയ്ത സ്റ്റാറിൽ നിന്ന് ലൈറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ഫെസ്റ്റിവൽസ് യൂസ് ചെയ്യുന്ന ഡെക്കറേറ്റീവ് ലൈറ്റ്സുകളുണ്ട്, നമ്മൾ ഉത്സവത്തിന് യൂസ് ചെയ്യുന്ന ലൈറ്റുകൾ, ഇതെല്ലാം എന്താണ് ഇപ്പോൾ LEDs ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഡേ ടു ഡേ ലൈഫിൽ എന്ത് ചെയ്യും, ഒരുപാട് രീതിയിൽ എന്ത് ചെയ്യണം LEDs നമ്മൾ യൂസ് ചെയ്യുകയാണ്. അതായത് LEDs ഇല്ലാതെ ഇപ്പോൾ പറ്റില്ല എന്നൊരു അവസ്ഥയിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു മാറിക്കൊണ്ട് ഇരിക്കുവാണ്. അപ്പോൾ അതിനൊരു യൂസ് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം പവർ കൺസപ്ഷൻ കുറവാണ്. ഓക്കെ, കുറഞ്ഞ പവർ കൺസപ്ഷനിൽ കൂടുതൽ എന്ത് കിട്ടും, കൂടുതൽ ലൂമിനൻസ് സെൻസ് കിട്ടും. അതായത് കൂടുതൽ ലൈറ്റ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇത് എന്ത് ചെയ്യുന്നു, നല്ലൊരു റെസ്പോൺസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് മാർക്കറ്റിൽ കൊടുക്കുന്നുണ്ട്. കാരണം അത്രത്തോളം പവർ എഫിഷ്യൻസി ഉണ്ട്. ഓക്കെ, അന്ന് ഇറങ്ങിയ സമയത്തൊക്കെ അത്യാവശ്യം നല്ല വിലയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒക്കെ ചീപ്പ് റേറ്റിൽ എന്ത് ചെയ്യുന്നു അവൈലബിൾ ആവുന്നുണ്ട് LEDs ബൾബൊക്കെ. ഓക്കെ, അന്ന് നമുക്ക് നോർമലി ഒരു ഇൻകാൻസെന്റ് ബൾബിന് ഒരു 60-100 രൂപയായിരുന്ന സമയത്ത് ആദ്യ കാലങ്ങളിൽ ഇതൊരു 300 രൂപ, 400, ആ ഒരു റേഞ്ച് 300-400 ആ ഒരു റേഞ്ചിലേക്ക് എന്ത് ചെയ്യുന്നു വില പോയിരുന്നു. ഓക്കെ, അതൊക്കെ അന്നത്തെ പ്രൊഡക്ഷൻ കുറവായിരുന്നു. ഇപ്പോൾ പ്രൊഡക്ഷനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇതിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ, നമ്മുടെ കേരളത്തിൽ ഇതിൻ്റെ പ്രൊഡക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ട പദ്ധതിസ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ സ്കൂളുകളിലും സ്കൂളിൽ ലിറ്റിൽ കൈറ്റ്സ് അല്ല, ചില ക്ലബ്ബുകളുടെയൊക്കെ ഭാഗമായിട്ട് സ്കൂളിലും കോളേജിലൊക്കെ ഓക്കെ IT ക്ലബ്ബുകളുടെയൊക്കെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു, ഈ ലൈറ്റ് നിർമ്മാണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ കൊടുത്തു വരുന്നുണ്ട്. കോളേജിലും നിങ്ങളുടെ ഇപ്പോൾ FIUGPയുടെ സിലബസിലും അങ്ങോട്ട് പോകുന്ന സെമസ്റ്ററിൽ ഇതിലൊക്കെ നമുക്ക് ഈ ഒരു LED ലൈറ്റ് മേക്കിംഗ് ഒക്കെ, അതായത് ബൾബ് മേക്കിംഗ് ആണ്, LED ഡയോഡ് മേക്കിംഗ് അല്ല. ഡയോഡ് മേക്കിംഗ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് ഈ ഡയോഡുകളെ ഇൻക്ലൂഡ് ചെയ്തിട്ട്, അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള LED ബൾബ് നിങ്ങളൊന്ന് തുറന്ന് നോക്കിയാൽ മതി, അതിനകത്ത് ഒരുപാട് ഡയോഡ്സ് ഉണ്ടാവും. അതെല്ലാം കൂടി ചേർന്ന് ഒരു ബൾബായിട്ട് മാറും. നമുക്ക് ബൾബേ മേക്ക് ചെയ്യാൻ പറ്റും, ഡയോഡ്സ് നമുക്ക് നിർമ്മിക്കാൻ പറ്റില്ല. അത് ഫാക്ടറി പ്രോസസ്സാണ്. അത്രയും സെൻസിറ്റീവും കെയർഫുള്ളും ആയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സാണ് ഡയോഡ് ഫാബ്രിക്കേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് പറ്റത്തില്ല. നമുക്ക് എന്ത് ചെയ്യാം, ബൾബ് നിർമ്മിക്കാം. അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഗ്രൂപ്പ് ആക്കിയിട്ട് അതിനെ ഒരു ബൾബൊക്കെ, ട്യൂബ് ലൈറ്റ് ബൾബൊക്കെ നിർമ്മാണം ഇപ്പോൾ അങ്ങനെ ചെയ്തു വരുന്നുണ്ട്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഒക്കെ ചെയ്തു വരുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞുള്ളൂ. ജസ്റ്റ് അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം, LED ഡയോഡ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു LED അല്ലെങ്കിൽ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. അപ്പോൾ നമ്മൾ LED റെപ്രസെന്റ് ചെയ്യുന്ന ഈ ഒരു സിമ്പിളിലാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ LEDയുടെ സിമ്പിൾ. നോർമൽ ഒരു ഡയോഡിന്റെ സിമ്പിൾ ആണ്. നോർമൽ ഡയോഡിൽ എന്ത് കാണത്തില്ല, ഈ രണ്ട് ആരോസ് കാണത്തില്ല. ഓക്കെ, ഈ രണ്ട് ആരോസും
ഔട്ട്സൈഡിലാണ് വരയ്ക്കുന്നതെങ്കിൽ അത് അവിടെ എന്താണ്, ലൈറ്റ് എമിറ്റിംഗ് ആണ്. ഓക്കെ, പുറത്തോട്ട് എന്ത് ചെയ്യുകയാണ്, ലൈറ്റ് അവിടെ എമിറ്റ് ചെയ്യുവാണ്. ഓക്കെ, പുറത്തോട്ട് ലൈറ്റ് എമിറ്റ് ചെയ്യണം. അപ്പോൾ അതാണ് ഒരു LED സിമ്പിൾ എന്ന് പറയുന്നത്. ഇനി ഈ ആരോസ് നമുക്ക് വേണമെങ്കിൽ അകത്തോട്ട് വരയ്ക്കാം. 2 ആരോസ് അകത്തോട്ട് വരച്ചാൽ അത് കാണിക്കുന്നത് ഫോട്ടോ ഡയോഡ്സിനാണ്. ലൈറ്റ് ഇൻസൈഡിലോട്ട് വരുവാണ്. നമുക്ക് അടുത്ത സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു ഐഡിയ മനസ്സിലാക്കാനുള്ള LEDസിനെ കുറിച്ചിട്ട്. ഓക്കെ, അപ്പോൾ LEDs നോർമലി ഒരു ഡയോഡാണ്. പക്ഷേ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, നമ്മൾ സാധാരണ ഒരു PN ജംഗ്ഷൻ ഡയോഡ് മാത്രം പോലെ നമുക്ക് പറയാൻ പറ്റില്ല. 1-2 മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയാൽ എന്ത് ചെയ്യുള്ളൂ, ലൈറ്റ് അവിടെ പ്രകാശിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളൊരു LED ബൾബിന്റെ ഫിസിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിൽ നിങ്ങളിപ്പോൾ ഒരു LED കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വെച്ചോളൂ. ഓക്കെ, ഷോപ്പിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു LED നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ലെഗ് ലെങ്ത് കൂടുതലായിരിക്കും. ഓക്കെ, ഒരു ലെഗ് എന്തായിരിക്കും, ലെങ്ത് കൂടുതലായിരിക്കും. ഒരു ലെഗ് എന്തായിരിക്കും, ഷോർട്ടർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ലോങ്ങർ ലെങ്ത് കാണിക്കുന്നത് പോസിറ്റീവ് എന്ന്. നമുക്കറിയാം നമ്മുടെ ഡയോഡുകളെല്ലാം എന്തിലേ വർക്ക് ചെയ്യുള്ളൂ, പോസിറ്റീവ് ഫോർവേഡ് ബയാസിംഗിലെ വർക്ക് ചെയ്യുള്ളൂ. റിവേഴ്സ് ബയാസിംഗ് ഡയോഡ് വർക്ക് ചെയ്യില്ല. അപ്പോൾ LED ഒക്കെ പെട്ടെന്ന് എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പ്രൊഡക്ഷനൊക്കെ യൂസ് ചെയ്യുന്ന സമയത്തും നമുക്ക് പെട്ടെന്ന് എന്ത് ഐഡന്റിഫൈ ചെയ്യണം, ഏതാണ് പോസിറ്റീവ് ഏതാണ് നെഗറ്റീവ് എന്ന് അറിയണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും. ഓക്കെ, ഈ ഒരു LED ഇതിനകത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. പക്ഷേ ആദ്യ കാലങ്ങളിൽ ഇറങ്ങിക്കൊണ്ടിരുന്ന LEDസിന് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റില്ല. ഓക്കെ, അതല്ല ഒരുമാതിരി ബ്ലേർഡ് ആയിട്ടുള്ള LEDs ആയിരുന്നു. ഓക്കെ, കംപ്ലീറ്റ്ലി ഇങ്ങനെ ഇപ്പോൾ റെഡ് LED ആണെങ്കിൽ റെഡ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നതിന് പകരം കംപ്ലീറ്റ്ലി എപ്പോക്സി റെക്സിൻ കംപ്ലീറ്റ് ആയിട്ട് റെഡ് ആണ് നമ്മൾ കൊടുത്തിരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, പുറത്ത് കാണാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യണം, ആ പുറത്തെ ലെഗ് നോക്കി മാത്രമേ പോസിറ്റീവ് നെഗറ്റീവ് അവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂ. അങ്ങനെ വന്നുകൊണ്ട് തന്നെ LEDs നിർമ്മിക്കുന്ന സമയത്ത് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. LEDs നിർമ്മിക്കുന്ന സമയത്ത് ഒരു ലെഗ് ലോങ്ങറും മറ്റൊരു ലെഗ് ഷോർട്ടറും ആയിരിക്കണം. അത് ലോങ്ങർ ലെഗ് കാണിക്കുന്ന ആനോഡ് പാർട്ടിനെയും ഷോർട്ടർ ലെഗ് കാണിക്കുന്നത് കാഥോഡ് പാർട്ടിനെയാണ്. നമ്മൾ LEDs തിരിച്ച് റിവേഴ്സിൽ കണക്ട് ചെയ്ത് എന്ത് ചെയ്യത്തില്ല, അതവിടെ ലൈറ്റ് അപ്പ് ആവത്തില്ല. അതുപോലെ തന്നെ LEDസിനൊക്കെ ഒരു ഫിക്സഡ് വോൾട്ടേജസ് ഉണ്ട്. ആ വോൾട്ടേജ് കഴിഞ്ഞാലും എന്ത് ചെയ്യത്തില്ല, ആ വോൾട്ടേജ് കഴിഞ്ഞാൽ അവിടെ ബേൺ ഔട്ട് ആവും. ഓക്കെ, ഞാൻ ഒരു എക്സ്പെരിമെന്റ് കാണിച്ചു തരാം. അതിനകത്ത് നമ്മൾ LEDസിൽ വോൾട്ടേജ് കൂടുതൽ സപ്ലൈ ചെയ്താൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, LEDs അവിടെ തെർമൽ റണ്ണവേഴ്സ് നമുക്ക് ബേൺ ഔട്ട് ആയിട്ട് പോകും. ഓക്കെ, ഒരു ഫിക്സഡ് വോൾട്ടേജ് വരെ മാത്രമേ നമുക്ക് LEDസിന് കൊടുക്കാവൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേറൊന്നും വേണ്ട, കയ്യിലിപ്പോൾ LED ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു LED എടുത്തിട്ട് ഒരു 9 വോൾട്ട് ബാറ്ററിയിലൊക്കെ കൊണ്ട് കൊടുത്തു തരാം. ഓക്കെ, കാരണം പവർ സപ്ലൈ ഒരിക്കലും നിങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യല്ലേ കേട്ടോ. എപ്പോഴും ബാറ്ററി സോഴ്സ് ഒക്കെ വെച്ച് എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ സൂപ്പർവിഷനിൽ മാത്രമേ 230 വോൾട്ടിന്റെ ഒക്കെ വെച്ച് എക്സ്പെരിമെന്റ് അല്ല, ഈ പവർ സപ്ലൈസ് ഒക്കെ യൂസ് ചെയ്യുക. അല്ലാതെ നിങ്ങൾ വീട്ടിലൊക്കെ ചെയ്യുന്ന സമയത്ത് കൂടുതലും മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങൾ ബാറ്ററി സോഴ്സ് ഒക്കെ യൂസ് ചെയ്ത് എക്സ്പെരിമെന്റുകൾ കണ്ടക്ട് ചെയ്യുക. അപ്പോൾ അത് നമ്മളൊരു 9 വോൾട്ടിന്റെ ബാറ്ററി കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, LED പെട്ടെന്ന് തന്നെ ബേൺ ഔട്ട് ആയി പോകും. ഓക്കെ, നമുക്കൊരു 3 വോൾട്ട് 2 വോൾട്ട് ആ ഒരു റേഞ്ചിലാണ് LEDസിന്റെ പവർ വരുന്നത്. നമുക്ക് നോക്കാം അതെങ്ങനെയൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എങ്ങനെയാണെന്ന്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. നമുക്ക് ഇതിന്റെ നോർമൽ ആ ഒരു തിയറിയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു LEDs, ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞു LEDs പറഞ്ഞു. ഈ LEDs മെയിൻലി നിർമ്മിക്കുന്നത് എന്തുകൊണ്ടല്ല, സിലിക്കണോ ജെർമേനിയോ കൊണ്ടല്ല. ഓക്കെ, എന്തുകൊണ്ടല്ല, സിലിക്കണോ ജെർമേനിയോ യൂസ് ചെയ്തല്ല എന്ത് ചെയ്യുന്നത്, LEDs അവിടെ നിർമ്മിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരെ പറഞ്ഞത് നമ്മുടെ സെമി കണ്ടക്ടർ ഡിവൈസസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിരുന്നു, സിലിക്കണും ജെർമേനിയും ആയിരുന്നു. അപ്പോൾ സിലിക്കണും ജെർമേനിയത്തിനും എന്തിന്റെ കഴിവില്ല, ലൈറ്റ് എമിറ്റ് ചെയ്യേണ്ട പ്രോപ്പർട്ടീസ് ഇല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നോർമലി ഒരു ഡയോഡ് അല്ലെങ്കിൽ നമുക്കൊരു ലൈറ്റ് എമിറ്റിംഗ് ഡയോഡായിട്ട് ഇത്തരത്തിലുള്ള സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് ആയ സിലിക്കണോ ജെർമേനിയോ എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഒരു LEDസിന്റെ ഫാബ്രിക്കേഷന് വേണ്ടിയിട്ട്, ഓക്കെ, നമുക്കറിയാം ഇപ്പൊ നമുക്ക് മാർക്കറ്റിൽ പല വെറൈറ്റി കളേഴ്സ് LEDs അവൈലബിൾ ആണ്. ഒരു LED ബൾബിൽ തന്നെ മൾട്ടി കളേഴ്സ് ചെയ്യാൻ പറ്റുന്നത്, മൾട്ടി കളേർഡ് LED എന്ന് കേട്ടുണ്ടായിരിക്കും. നിങ്ങളിപ്പോൾ ഒരു ഉത്സവ പറമ്പിലൊക്കെ പോകുമ്പോൾ ഒരു LED ബൾബിൽ തന്നെ പല കളർ നിങ്ങൾക്ക് അന്ന് കണ്ടുണ്ടായിരിക്കും. ഓക്കെ, നമ്മൾ ക്രിസ്മസിനൊക്കെ യൂസ് ചെയ്യുന്ന ഗിഫ്റ്റ്, ഓക്കെ, നമ്മൾ ക്രിസ്മസ് കൊടുക്കുമ്പോൾ ഗിഫ്റ്റ് കാണും, ലൈറ്റ് വരുന്ന ഗിഫ്റ്റുകൾ കണ്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അത്തരം ഗിഫ്റ്റിലൊക്കെ അവിടെ മൾട്ടിപ്പിൾ കളേഴ്സ് അവിടെ ഇങ്ങനെ ഫ്ലാഷ് ചെയ്യുന്ന കാണാൻ പറ്റും. അപ്പോൾ അതെല്ലാം ഈ ഒരു അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏത് കെമിക്കൽ യൂസ് ചെയ്യുന്നോ ആ കെമിക്കലിനനുസരിച്ച് എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഏത് സെമി കണ്ടക്ടർ യൂസ് ചെയ്യുന്നോ അതിന്റെ എക്സൈറ്റേഷൻ കളറായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ പുറത്ത് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറയുന്നത്, നമ്മളിതിൽ യൂസ് ചെയ്യുന്നത് ജെർമേനിയം സിലിക്കൺ യൂസ് ചെയ്യാറില്ല, നമുക്കിവിടെ ഗാലിയം യൂസ് ചെയ്യാം. ഓക്കെ, ഗാലിയം യൂസ് ചെയ്യാറുണ്ട്, ഫോസ്ഫറസ് യൂസ് ചെയ്യാറുണ്ട്, ഫോസ്ഫറസ് യൂസ് ചെയ്യും, ആർസനിക് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ആർസനിക്. ഇത് മാത്രമല്ല
ഇനി ഇവിടെ കോമ്പിനേഷനൊക്കെ എന്ത് ചെയ്യാറുണ്ട്, അവിടെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ 3 മെറ്റൽസിന്റെയും കോമ്പിനേഷൻ എടുത്തിട്ട് ഇവരുടെ റേഷ്യോസ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഇപ്പോൾ ഗാലിയം 10%, ഫോസ്ഫറസ് 80%, ആർസനിക് 10%, ഇങ്ങനെയൊക്കെ ഓരോ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യും, അവിടെ നമ്മുടെ LEDസിന്റെ കളേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേരി ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, ആദ്യമൊക്കെ ഫാബ്രിക്കേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഒരു വൈറ്റ് കളേർഡ് LED നിർമ്മിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഓക്കെ, വൈറ്റ് കളേർഡ് ഇപ്പോൾ നമ്മൾ കാണുന്ന അതാണ് നമ്മുടെ ചെറിയ ഇതിലൂടെ നമുക്ക് LEDs കണ്ടുണ്ടായിരിക്കും. ഓക്കെ, LEDs ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ആയിട്ട് റെഡ് കളറിലും ഗ്രീൻ കളറിലും കണ്ടുണ്ടായിരിക്കും. പക്ഷേ നമുക്ക് മാസീവ് പ്രൊഡക്ഷൻ ആയിട്ട് നമ്മുടെ വീടുകളിൽ ലൈറ്റിംഗ് പർപ്പസിന് നമ്മൾ LEDs യൂസ് ചെയ്തില്ല. അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതായിരുന്നു. കാരണം അന്നത്തെ ആ ഒരു കാലഘട്ടത്ത് നമുക്ക് വൈറ്റ് LED നിർമ്മിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഓക്കെ, അത് റീസെന്റ് ആയിട്ടുള്ള റിസർച്ച് ആണ് എന്ത് ചെയ്തത്, റീസെന്റ് റിസർച്ച് മീൻസ് എനിക്ക് 2000 ആ ഒരു ടൈമിലൊക്കെയാണ് റിസർച്ച് നടന്നത്. പക്ഷേ അയാൾക്ക് ഈ ഒരു ഇടയ്ക്ക് ഒരു നോബൽ പ്രൈസും കിട്ടിയാണ്, ഒരു ബ്ലൂ കളർ LEDസിലേക്ക് കഴിഞ്ഞതിന്റെ മുമ്പത്തെ തവണത്തെ നോബൽ പ്രൈസ് എന്താണ്, ഈ ഒരു LED ബൾബിന്റെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് എന്ത് ചെയ്തത്, അന്ന് അവിടെ കിട്ടിയത്. അത് ഈ ഒരു വൈറ്റ് ലൈറ്റ് ഒക്കെ കണ്ടുപിടിച്ചതിന് വേണ്ടിയാണ് എന്ത് ചെയ്തത്, ആ നോബൽ പ്രൈസ് അവിടെ റിസീവ് ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ ഈ വൈറ്റ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് വെച്ചാൽ അന്ന് ടാസ്ക് ഫുൾ ആയിരുന്നു. പിന്നെ എന്ത് ചെയ്തു, ഇതിന്റെ റേഷ്യോസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എന്ത് ചെയ്തു, അങ്ങനെ ഡിഫറെന്റ് കളേഴ്സ് നമ്മൾ എന്ത് ചെയ്തു, അവിടെ കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഒരു ഗാലിയം ആക്സനൈഡും, ഓക്കെ, ഗാലിയവും ആക്സനൈഡും കൂടി യോജിപ്പിച്ച് നമ്മളൊരു LED നിർമ്മിക്കുകയാണെങ്കിൽ, ഓക്കെ, നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്യും, സെമി കണ്ടക്ടറായിട്ട് ഗാലിയവും ആക്സനൈഡ് യൂസ് ചെയ്യും. ഇതിൽ പിന്നെ ഒരു കാര്യം പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഈ 2 ലീഡ് കണ്ടല്ലോ, ഈ 2 ലീഡും അല്ല, അതായത് ഈ ലീഡോ അല്ല സെമി കണ്ടക്ടർ. ഇതിൽ ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഇവിടെ ചെറിയൊരു ഓപ്പണിംഗ് കാണും, ഒരു ഓപ്പണിംഗ് അല്ല, ഒരു ചെറിയൊരു ക്യാവിറ്റി. അതിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെമി കണ്ടക്ടർ വയ്ക്കുന്നത്. ഓക്കെ, നിങ്ങൾ LED ബൾബ് ക്രോസ് സെക്ഷൻ വ്യൂ കാണിച്ചു തരാം. ഇവിടെ നോക്കുക, ഇതാണ് നമ്മുടെ ഒരു LED ക്രോസ് സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുന്നത് കണ്ടോ. ഇത് രണ്ടും എന്താണ്, ഇത് ലെഡ് ഫ്രെയിം ആണ്. അതായത് നമുക്ക് ഈ ഒരു സെമി കണ്ടക്ടർ വയ്ക്കാൻ വേണ്ടി നമ്മൾ വയ്ക്കുന്ന ലെഡ് ഫ്രെയിം ആണ് എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യം കാണുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ LED നോക്കുന്ന സമയത്ത് നമുക്ക് 2 സിൽവർ കളറിലുള്ള 2 ലെഡ്സ് ഇങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, ലെഗ് പോലെ നമുക്ക് കാണാൻ പറ്റും. അതിനാണ് പുറത്തോട്ട് കണക്ഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന്റെ സെന്ററിൽ കണ്ടോ, ഈ ഒരു സെമി കണ്ടക്ടർ ഡൈ, ഇവിടെ ഒരു കോണ്ടാക്ട് വരുന്നുണ്ട്, ഒരു വയർ ബോണ്ട്, അതായത് ഈ ആനോഡിനെ ഇതിലോട്ട് കണക്ട് ചെയ്യാനായിട്ട്. ഇവിടെ എന്ത് ചെയ്യും, നമ്മൾ ഒരു സെമി കണ്ടക്ടർ ഡൈ വയ്ക്കും. ഇതാണ് അവിടുത്തെ കറക്റ്റ് സെമി കണ്ടക്ടർ. അപ്പോൾ ഇതിൽ ഈ കംപ്ലീറ്റ് ആയിട്ട് സെമി കണ്ടക്ടർ ഒന്നും വിചാരിക്കില്ല. അതെന്താണ്, അത് റെക്സിൻ കോട്ടിംഗ് ആണ്. ഓക്കെ, എപ്പോക്സി ലെൻസും റെക്സിൻ കോട്ടിംഗ് ആണ്, എപ്പോക്സി കോട്ടിംഗ് ആണ്. എന്തിനു വേണ്ടി, പ്രൊട്ടക്ഷന് വേണ്ടി. കാരണം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസിറ്റീവ് ആണ്. ഓക്കെ, ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ഫ്രാക്ചർ ഒക്കെ സംഭവിച്ച് എന്ത് ചെയ്യാം, മെക്കാനിക്കൽ വൈബ്രേഷൻ സംഭവിച്ചാൽ ഈ കോൺടാക്ട് നഷ്ടപ്പെടും, പിന്നെ അവിടെ LED ലൈറ്റ് അപ്പ് ആവത്തില്ല. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു ക്യാവിറ്റി, ഈ ഒരു ക്യാപ്സ്യൂളിനകത്ത് അല്ലെങ്കിൽ എപ്പോക്സി ലെൻസിനകത്ത് അങ്ങനെ വയ്ക്കുന്നത്. പിന്നെ ഇതിന്റെ ഈ ഒരു ബൾബ് ഷേപ്പിലൊക്കെ ഇങ്ങനെ ഒരു കർവ്ഡ് ഷേപ്പൊക്കെ വന്നതിന്റെ ലൈറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ്. ഓക്കെ, ആ ഒരു കോൺവെക്സ് ലെൻസിന്റെ കേസിൽ ആ ഒരു ഷേപ്പിലൊക്കെ വന്നിരിക്കുന്ന എന്തിനാ, ലൈറ്റിങ്ങിന് ഇത് കൂട്ടാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് ഇല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, ഒന്ന് നോക്കി വെച്ച് കേട്ടോ. അപ്പോൾ LED കാണുന്ന സമയത്ത് ഇത് കംപ്ലീറ്റ് ആയിട്ട് സെമി കണ്ടക്ടർ ആണെന്ന് വിചാരിക്കരുത്. എന്താണ്, അതിന് സെന്ററിൽ ആ ഒരു സ്പോട്ട് മാത്രമാണ്. അപ്പോൾ ഒരു LED ഇങ്ങനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഈ ഒരു നോക്കിയാൽ അവിടെ പല കളേഴ്സ് കാണാൻ പറ്റും. ഓക്കെ, ചില ഒരു പിങ്ക് കളർ ആയിരിക്കും, ചിലപ്പോൾ ഒരു ലൈറ്റ് യെല്ലോ കളർ ആയിരിക്കും, അങ്ങനെ പല കളേഴ്സിലായിരിക്കും അത് കൊടുത്തിരിക്കുന്നത്. അത് ചില കെമിക്കൽസിന്റെ കളറാണ്. ഓക്കെ, ആ കളറിലായിരിക്കും അത് എന്ത് ചെയ്യുന്നത്, എമിഷൻ അവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു എന്തെന്ന് പറയുന്ന ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ബാക്കി. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഗാലിയം ആക്സനൈഡും വെച്ച് നമുക്ക് എന്ത് കിട്ടും, റെഡ് കളർ നമുക്ക് അവിടെ ഒപ്റ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഗാലിയവും ഫോസ്ഫൈഡും, ഇതിപ്പോൾ നമുക്ക് പറഞ്ഞാൽ എന്താണ്, റെഡ് കളർ. ഓക്കെ, റെഡ് കളർ ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ ആണ് കേട്ടോ. ചിലപ്പോൾ എക്സാമിനേഷൻ ചിലപ്പോൾ ചോദിക്കും, എക്സാമ്പിൾ ചിലപ്പോൾ ചോദിക്കാം, വാട്ട് ഈസ് ദ കളർ ഓഫ് ലൈറ്റ് ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് വെൻ എ ഗാലിയം ആക്സൈഡ് ഈസ് യൂസ്ഡ് ആസ് എ സെമി കണ്ടക്ടർ. അങ്ങനെ ചോദിക്കാൻ റെഡ് കളറാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഗാലിയം ഫോസ്ഫൈഡ് ചെയ്യുന്ന സമയത്ത്, ഓക്കെ, ഗാലിയം ഫോസ്ഫൈഡ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്ന കളർ എന്ന് വെച്ചാൽ ഗ്രീൻ ലൈറ്റ് ആണ്. ഓക്കെ, ഗാലിയം ഫോസ്ഫൈഡ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ഗ്രീൻ കളർ. ഓക്കെ, ഗ്രീൻ കളർ. അപ്പോൾ ഈ റെഡും ഗ്രീനും, ഗാലിയം ഫോസ്ഫൈഡും ഗാലിയം ആക്സൈഡും, അപ്പോൾ ഒരു റേഷ്യോയിൽ ഇവർ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഗ്രീനും റെഡും കൂടി മിക്സപ്പ് ചെയ്ത് ഒരു കളർ ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ അത് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ബേസിക് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ കാര്യമായിട്ട് ഇതിൽ വരുന്നത്. അതിൻ്റെ ഒരു കോമ്പിനേഷൻ വെച്ച് നമുക്ക് ഡിഫറെന്റ് കളേഴ്സ് ഫോം ചെയ്യാൻ പറ്റും. ഇനി ഇതിന്റെ തിയറി നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ, ഓക്കെ, ഇതിന്റെ ഒരു എക്സാക്ട് ആയിട്ടുള്ള ഒരു തിയറി നോക്കുകയാണെങ്കിൽ, നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ ആ ഒരു PN ജംഗ്ഷൻ ഒക്കെ പറഞ്ഞതുപോലെ ഇതിന്റെ ഒരു തിയറി പാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ ഇതിന്റെ ഓരോ കേസും അല്ലെങ്കിൽ എങ്ങനെയാണ് ഇലക്ട്രോൺസും ഹോൾസ് ഒക്കെ അവിടെ പോകുന്നത് എന്ന കാര്യം നമ്മൾ എന്ത് ചെയ്യണം, അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്കത് എങ്ങനെയാണ് അവിടെ നോക്കാം. ഇതിൽ നമ്മൾ പറയുന്നുണ്ട് ഒരു ലൈറ്റ് എമിറ്റിംഗ് ഡയോഡിൽ, ഓക്കെ, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡിൽ എന്ത് സംഭവിക്കും, ഇവിടെ എൻ ടൈപ്പ് മെറ്റീരിയൽസ് ഉണ്ടാവും. ഓക്കെ, ഇലക്ട്രോൺസ് ഉണ്ടാവും. ഓക്കെ, എൻ ടൈപ്പ് മെറ്റീരിയൽസിൽ ഇലക്ട്രോൺസ് ഉണ്ടാവും. അപ്പോൾ എൻ ടൈപ്പ് മെറ്റീരിയലിലെ, ഓക്കെ, എൻ ടൈപ്പ് മെറ്റീരിയലിലെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ആ ഇലക്ട്രോൺസ് അവിടെ PN ജംഗ്ഷൻ ക്രോസ് ചെയ്യും. ഓക്കെ, PN ജംഗ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവരവിടെ ക്രോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകും.
ക്രോസ് ചെയ്ത് പോയിട്ട് എന്ത് ചെയ്യും, പി ടൈപ്പ് മെറ്റീരിയൽ ഹോൾസുമായിട്ട് എന്ത് ചെയ്യും, അവിടെ റീകമ്പൈൻ ചെയ്യും. ഓക്കെ, ഇവിടുത്തെ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് പി ജംഗ്ഷൻ ക്രോസ് ചെയ്ത് പോകുന്നു, ഇവിടുത്തെ ഹോൾസുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടുത്തെ ഹോൾസുമായിട്ട് അത് റീകമ്പൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, റീകമ്പൈൻ അവിടെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ റീകമ്പൈൻ ചെയ്യുമ്പോൾ, ഓക്കെ, റീകമ്പൈൻ ചെയ്യുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവും, ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും. ഓക്കെ, അവിടെ ഫ്രീ ഇലക്ട്രോൺസ് ഓൾറെഡി നമ്മൾ പറയുന്നുണ്ട്, അല്ലെ എൻ ടൈപ്പും പി ടൈപ്പും മെജോറിറ്റി ഒക്കെ ആണെങ്കിലും ഇതിനകത്ത് എന്ത് ചെയ്യും, അതിനകത്ത് തെർമൽ എക്സിബിഷൻസ് ഒക്കെ വഴിയൊക്കെ അവിടെ ഫ്രീ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രീ ഇലക്ട്രോൺസ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതില് ഫ്രീ ഇലക്ട്രോൺസ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഫോം ചെയ്യുന്നുണ്ട്. അതിന്റെ എനർജി എന്ന് വെച്ചാൽ ഈ ഹോൾസിനെ കാട്ടി എന്താണ്, കൂടിയ എനർജിയാണ് എന്ത് ചെയ്യുന്നത്, കണ്ടക്ഷൻ ബാൻഡ്സിലുണ്ടാകുന്ന ഇലക്ട്രോൺസ് വരുന്നത്. അപ്പൊ ഈ ഒരു ബാൻഡ് നോക്ക് ഔട്ട് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു വാലൻസ് ബാൻഡിലൊഴിക്കുന്ന ഇലക്ട്രോൺസ് അവിടെ നിന്ന് ചാടിയാണ് എവിടെ പോകുന്നത്, കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോകുന്നത്. ഓക്കെ, കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോകുന്നത്. അപ്പൊ ഇവിടെ ഇലക്ട്രോൺസ്, ഇവിടെ ഹോൾസ് ഫോം ചെയ്യും, ഇവിടെ ഇലക്ട്രോൺസ് വരും. ഓക്കെ, അപ്പൊ ഇവിടത്തെക്കാട്ടി എനർജി കിട്ടിയാൽ ഇനി മുകളിൽ പോകാൻ പറ്റും. അപ്പൊ മുകളിൽ പോയിരിക്കുമ്പോൾ ഇവർക്ക് എന്തുണ്ടാവും, ഇത് കണ്ടക്ഷൻ ബാൻഡാണ്, ഇത് വാലൻസ് ബാൻഡാണ്. ഓക്കെ, അപ്പൊ ഈ മുകളിൽ പോയിരിക്കുന്ന ഈ ഒരു ഇലക്ട്രോണിന് എന്തുണ്ടാവും, നല്ല രീതിയിൽ ഒരു എനർജി അവിടെ ഉണ്ടാകും. അത് ഈ ഹോൾസിനെ കാട്ടി കൂടിയ എനർജി ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ വരുന്ന സമയത്ത് ഈ ഒരു റീകോമ്പിനേഷൻ നടക്കുന്ന സമയത്ത്, ഓക്കെ, റീകോമ്പിനേഷൻ നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ഇലക്ട്രോൺസ് അവിടെ ഹീറ്റും ലൈറ്റും എന്ത് ചെയ്യും, അവിടെ റിലീസ് ചെയ്യും. ഓക്കെ, ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ഇലക്ട്രോൺസ് ഈ ഹയർ എനർജിയിൽ നിന്ന് പിന്നെ ലോവർ എനർജി സ്റ്റേറ്റിലോട്ട് വരും. ലോവർ എനർജി സ്റ്റേറ്റിലോട്ട് വന്നിട്ട് ഇവർ എന്ത് ചെയ്യാറുണ്ട്, റീകോമ്പിനേഷൻ നടക്കും. ഓക്കെ, അല്പം കഴിയുമ്പോൾ എന്ത് ചെയ്യും, മുകളിൽ നിന്ന് താഴോട്ട് തന്നെ വരും. വരുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും, റീകോമ്പിനേഷൻ നടക്കും. ഈ റീകോമ്പിനേഷൻ നടക്കുന്ന സമയത്ത് അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഹീറ്റും ആൻഡ് ലൈറ്റും. ഓക്കെ, ഹീറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതേസമയം എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ലൈറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതില് നമുക്കിപ്പോൾ ഒരു സാധാരണ ജെർമേനിയം അല്ലെങ്കിൽ സിലിക്കൺ ഡയോഡ്സിലൊക്കെ ഇതുപോലത്തെ പ്രോസസ്സ് അവിടെ വരും. പക്ഷേ ഈ ജെർമേനിയം സിലിക്കൺ ഡയോഡ്സിലൊക്കെ അവിടെ കൂടുതൽ ഹീറ്റ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് എന്തായിരിക്കും, ഹീറ്റ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ലൈറ്റ്, വിസിബിൾ ലൈറ്റ് ആയിട്ട് നമുക്ക് അതിനെ ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, വിസിബിൾ ലൈറ്റ് ആയിട്ട് അത് ഒബ്സർവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന ഗാലിയം ആക്സൈഡ് പോലെയുള്ള സെമി കണ്ടക്ടർ കോമ്പൗണ്ട്സ് ഒക്കെ ആണെങ്കിൽ, ഓക്കെ, അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോട്ടോൺസ് ആയിട്ട് ഇവർ നമുക്ക് പുറത്ത് കാണാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ വിസിബിൾ ലൈറ്റ് ആയിട്ടോ, വിസിബിൾ മാത്രമല്ല IR LEDs ഉണ്ട്, UV LEDs ഉണ്ട്. അത് ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന കോമ്പൗണ്ട് അതുപോലെ ഇരിക്കും എന്തിന് പുറത്തോട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ശരിക്കും നമ്മുടെ ആ ഒരു ജെർമേനിയം ഡയോഡിലും സിലിക്കൺ ഡയോഡിലും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു റീകോമ്പിനേഷൻ നടന്നിട്ട് അവിടെ ഈ ഒരു പെയർ പ്രൊഡക്ഷൻ ഫോം ചെയ്ത് പുറത്തോട്ട് എന്ത് ചെയ്യുന്നത്, എനർജി അവിടെ റിലീസ് ചെയ്യുന്നു. ഓക്കെ, എനർജി ഒക്കെ റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതെല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ ഹീറ്റും ലൈറ്റും വരുന്നുണ്ട്, പക്ഷെ അത് വളരെ കുറവായിരിക്കും, മൈന്യൂട്ട് ആയിരിക്കും. ഏതിലാ, ജെർമേനിയത്തിലും സിലിക്കണിലും. ഇത് പ്രോസസ്സ് മനസ്സിലായോ? ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമുക്കിവിടെ അറിയാം, ഈ ഒരു നോർമലി പി എൻ ജംഗ്ഷൻ എന്ത് ചെയ്യാറുണ്ട്, പി ടൈപ്പിലുള്ള ഇലക്ട്രോൺസ് നേരെ പി എൻ ജംഗ്ഷൻ ക്രോസ് ഹോൾസ് ആയിട്ട് റീകമ്പൈൻ ചെയ്യും. അപ്പോൾ റീകമ്പൈൻ ചെയ്യുന്ന സമയത്ത് അവിടെ ഈ ഒരു കണ്ടക്ഷൻ ബാൻഡിൽ എന്തുണ്ടാവും, ഇലക്ട്രോൺസ് ഉണ്ടാവും. ഓക്കെ, ഈ റീകോമ്പിനേഷൻ മീൻസ് ഈ കണ്ടക്ഷൻ ബാൻഡിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, ഫ്രീ ഇലക്ട്രോൺസ് ആണ് ഇവിടെ ഇരിക്കുന്നത്. അതാണ് നേരെ ഹോൾസിൽ പോയി റീകമ്പൈൻ ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ തിയറി വരുന്നത് ഇതിനകത്താണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഇലക്ട്രോൺസ്, കണ്ടക്ഷൻ ബാൻഡിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസ് കുറച്ച് സമയം കഴിയുമ്പോൾ നേരെ ബാലൻസ് ബാൻഡിലോട്ട് വരും. ബാലൻസ് ബാൻഡിൽ വരുമ്പോൾ ഇവിടെ എന്തായാലും ഒരുപാട് എനർജിയിലായിരിക്കുന്നത്. ആ എനർജി എങ്ങനെയെങ്കിലും പുറത്ത് കളഞ്ഞാലേ അതിന് താഴോട്ട് വരാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ പുറത്തു പോകുന്ന എനർജിയാണ് ഹീറ്റ് ആയിട്ടും ലൈറ്റ് ആയിട്ടും നമ്മളവിടെ കാണുന്നത്. അപ്പോൾ നോർമലി ട്രഡീഷണൽ മെത്തേഡിലുള്ള ജെർമേനിയം സിലിക്കൺ ഡയോഡുകളിൽ ഇത്തരത്തിലുള്ള എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ വരുന്ന ലൈറ്റ് ഇൻസഫിഷ്യന്റ് ആണ്, കൂടുതലും ഹീറ്റ് എനർജി ആയിട്ടാണ് ലിബറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലൈറ്റ് എനർജി ഇൻസഫിഷ്യന്റ് ആയതുകൊണ്ട് തന്നെ നമുക്കത് പുറത്തോട്ട് കാണാനൊന്നും പറ്റത്തില്ല. ഓക്കെ, അത്രയും കുറവായിരിക്കും. പക്ഷേ നമ്മൾ അവിടുത്തെ ഈ ഒരു ജെർമേനിയം സിലിക്കൺ കോമ്പൗണ്ട്സ് ഒക്കെ മാറ്റിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഗാലിയം ആക്സിനൈഡോ ഫോസ്ഫൈഡോ പോലത്തെ കോമ്പൗണ്ട്സ് ഒക്കെ ആണെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് പുറത്തോട്ടായിട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, ഈ ലൈറ്റ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പുറത്തായിട്ട് കാണാൻ പറ്റും. ഇതിന്റെ ഒരു റെപ്രസെന്റേഷൻ നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ വരയ്ക്കുന്നത്. ഈ പി എൻ ജംഗ്ഷൻ നമ്മൾ തൊട്ട് മുൻപേ വരച്ച ചെറിയ വ്യത്യാസമുണ്ട്. ഇതാണ് ഇവിടുത്തെ പി എൻ ജംഗ്ഷൻ നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, ഇത് പി ടൈപ്പ് മെറ്റീരിയലും ഇത് എൻ ടൈപ്പ് മെറ്റീരിയലും നമ്മൾ ഇവിടെ നെഗറ്റീവ് ലീഡ് കണക്ട് ചെയ്യുന്നു, ഇവിടെ പോസിറ്റീവ് ലീഡ് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെയാണ് റീകോമ്പിനേഷൻ ഇങ്ങനെ നടക്കുന്നത്. ഓക്കെ, റീകോമ്പിനേഷൻ ചെയ്യുന്നു ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. രണ്ട് ഏരിയയിലും റീകോമ്പിനേഷൻ നടക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും, റീകോമ്പിനേഷൻ അവിടെ നടക്കും. അപ്പോൾ ഈ നടക്കുന്നിടത്തു നിന്നെല്ലാം എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ലൈറ്റ് എന്ത് ചെയ്യാണ്, പുറത്തോട്ട് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ കാണുന്ന വിസിബിൾ ലൈറ്റ്. അത് വിസിബിൾ സ്പെക്ട്രം ആവാം, ചിലപ്പോൾ എന്താവാം, UV ലൈറ്റ്സും ആവാം. UV ലൈറ്റ്സ് മീൻസ് അറിയാലോ എന്താണ്, അൾട്രാസോണിക് ലൈറ്റ്സ് ആണ്, സോറി, അൾട്രാ വയലറ്റ് ലൈറ്റ് ആണ് നമ്മൾ എന്താ പറയുന്നത്, UV ലൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അൾട്രാ വയലറ്റ് ലൈറ്റ് റൈസ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, UV ലൈറ്റ്സ് അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ IR ആയിരിക്കാം, ഇൻഫ്രാറെഡ് ആയിരിക്കാം.
അത് അവിടെ യൂസ് ചെയ്യുന്ന കോമ്പൗണ്ടിന്റെ എക്സൈറ്റേഷൻ വേവ് ലെങ്ത് പോലെ ഇരിക്കും ഏതാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വർക്കിംഗ് ഇത്രയേ ഉള്ളൂ. ഈ ഒരു രീതിയിലാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അവിടെ നിന്ന് ജമ്പ് ചെയ്യുന്നു. ജമ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? അവിടെ നമുക്ക് ആ എനർജീസ് അവിടെ റിലീസ് ചെയ്യും. ഓക്കെ, അതാണ് അവിടെ വർക്കിംഗ് ആയിട്ട് വരുന്നത്. ഇനി ഇതിൽ നമ്മൾ ഇവിടെ എന്തായാലും കറണ്ട് അപ്ലൈ ചെയ്യണം. ഓക്കെ, കറണ്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? LEDs അവിടെ വർക്ക് ചെയ്യുള്ളൂ. വെറുതെ ഇരിക്കുമ്പോൾ വർക്ക് ചെയ്യില്ല. പവർ കൊടുത്തല്ലേ വർക്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മളൊരു ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്യുവാണ്. ഓക്കെ, ഒരു ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്യും. നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് എങ്ങനെയാണ്? നമുക്ക് ഈ ഒരു ആക്സിസിൽ നമ്മൾ ഫോർവേഡ് കറണ്ട്, ഓക്കെ, ഇതിൽ പിന്നെ റിവേഴ്സ് എന്ന കണ്ടീഷൻ നമുക്ക് ഇവിടെ വരുന്നില്ല കേട്ടോ. റിവേഴ്സ് എന്ന കണ്ടീഷൻ നമുക്ക് ഇത് വേറെ ആപ്ലിക്കേഷൻ ഇല്ല. LEDs ഒരിക്കലും നമ്മൾ റിവേഴ്സിൽ കണക്ട് ചെയ്യാറില്ല. കാരണം LEDs ഒക്കെ ഞാൻ പറഞ്ഞല്ലോ, ഗാലിയമോ സിലിക്കണോ എന്നുള്ള ജെർമേനിയോ സിലിക്കണോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജെർമേനിയോ സിലിക്കണോ അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ റിവേഴ്സിംഗിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് നമ്മളൊരു ഡയോഡ് പോലെ, കഴിഞ്ഞ ദിവസം ഞാൻ ഡയോഡിന്റെ ഒരു ഡാറ്റ ഷീറ്റ് കാണിച്ചിരുന്നു. ഏകദേശം 1000 വോൾട്ട് വരെ എന്ത് ചെയ്യാം, റിവേഴ്സിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന കപ്പാസിറ്റീസ് ഉണ്ട്. പക്ഷേ ഈ ഒരു LEDs നിന്നും അത്രത്തോളം വോൾട്ട്, ഒരു മാക്സിമം ഒരു 100 വോൾട്ട് എങ്ങനെയുണ്ടോ ഉണ്ട് ഇതിന്റെ ഒരു റിവേഴ്സ് വോൾട്ടേജ് സാച്ചുറേഷൻ ആ ഒരു രീതി എന്ന് പറയുന്നത്. പക്ഷേ ഒരുപാട് റിവേഴ്സ് കറണ്ട് ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, LEDs വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. അതിനുവേണ്ടി നമ്മൾ സർട്ടൻ പ്രൊട്ടക്റ്റീവ് സർക്യൂട്ട്സുകൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, പ്രൊട്ടക്റ്റീവ് സർക്യൂട്ട്സ് എന്ത് ചെയ്യാറുണ്ട്, നമ്മളവിടെ യൂസ് ചെയ്യാറുണ്ട്. ഡയോഡ് റിവേഴ്സ് ബയസിന് കണക്ട് ചെയ്താലും കംപ്ലൈന്റ് വരാതിരിക്കാനായിട്ട്. വർക്ക് ചെയ്യില്ല, പക്ഷെ കംപ്ലൈന്റ് വരാതിരിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഫോർവേഡ് കറണ്ട് കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ. നമ്മൾ ഡയോഡ് പഠിച്ച പോലെ റിവേഴ്സ് കറണ്ട് എന്നും ഫോർവേഡ് കറണ്ട് രണ്ട് കാര്യം പഠിക്കുന്നില്ല. ഓക്കെ, ഒരു കാര്യം നമ്മൾ നോക്കിയാൽ മതി, ഫോർവേഡ് കാര്യം മാത്രം. ഓക്കെ, അപ്പോൾ ഇവിടെ കറണ്ട് നമ്മൾ മില്ലി ആംപിയർ റേഞ്ചിൽ മാർക്ക് ചെയ്യും. ഇവിടെ ഇതിന്റെ ലൈറ്റ് ആണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, ലൈറ്റ്, റേഡിയേറ്റഡ് ലൈറ്റ്, റേഡിയേറ്റഡ് ലൈറ്റ്. ഓക്കെ, എത്ര ലൈറ്റ് ആണ് എന്ത് ചെയ്തത് ഇവിടെ നിന്ന് റേഡിയേറ്റ് ചെയ്ത് പോയത്. അപ്പോൾ നമ്മൾ മില്ലി വാട്ട്സിലാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ ഒരു കറണ്ട് 20, 40, 60, 80 ഈ റേഞ്ച് നമ്മൾ കൊണ്ടുപോകുന്നു. ഇവിടെ നമ്മൾ 2, 4, 6, 8, 10 ഇങ്ങനെ പോകാം. അപ്പോൾ നമ്മൾ എങ്ങനെ നോക്കിയാലും ഇവിടുത്തെ ഈ ഒരു ഗ്രാഫ് നമുക്ക് ഇടുന്ന എന്തായിരിക്കും, ഇതുപോലത്തെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, അതായത് കറണ്ട് വേഴ്സസ് ഇന്റൻസിറ്റി ഗ്രാഫ്, അല്ലെങ്കിൽ എനർജി റേഡിയേറ്റ് ഗ്രാഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമുക്ക് ഇതിന്റെ ഒരു സ്ലോപ്പ് ഉള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് എന്ത് കിട്ടുന്നത്, അവിടെ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ പ്രത്യേകിച്ച് നമ്മൾ LEDs എന്ത് ചെയ്യാറില്ല. LEDs സിമ്പിൾ ഞാൻ തൊട്ട് മുമ്പേ കാണിച്ചതാണ്. LED സിമ്പിൾ നമ്മൾ ഇന്ന കളറിന് ഇന്ന സിമ്പിൾ എന്നോ അങ്ങനെയൊന്നും അറിയത്തില്ല. പക്ഷേ ഒരു സിമ്പിൾ കാണിച്ചു കഴിഞ്ഞാൽ അവിടെ LED കണക്ട് ചെയ്യുന്നേ ഉള്ളൂ. നമ്മുടെ പർപ്പസ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഏത് കളർ വേണം നമുക്ക് അവിടെ ചൂസ് ചെയ്യാം. ഓക്കെ, ഏത് കളറാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ഗ്രാഫിലും നമുക്ക് പ്രത്യേകിച്ച് ഇന്ന കളറിന്റെ ഗ്രാഫ് ഒന്നും അങ്ങനെയില്ല. ഓക്കെ, അത് ഓരോ കളറിനും ഓരോ ഗ്രാഫ് ചെറിയ ചെറിയ വേരിയേഷൻസ് വരാം. അത് ഇന്ന കളറിന് ഇന്ന ഗ്രാഫ് അങ്ങനെ നമുക്ക് എന്തില്ല പ്രത്യേകിച്ചായിട്ട് അവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നില്ല. അപ്പോൾ ഒരു LEDയുടെ ഇത് വെച്ചിട്ട്, അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ആ ഒരു എന്താ സിമ്പിൾ വെച്ചിട്ട് ഇന്ന കളർ LED അവിടെ വരുന്നു എന്ന് നമുക്ക് അറിയില്ല. പിന്നെ അതിപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന LEDs പർപ്പസ് പോലെ ഇരിക്കും. ഇപ്പോൾ നമുക്ക് വെട്ടം കിട്ടാനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രകാശം കിട്ടാനാണെങ്കിൽ നമ്മൾ വൈറ്റ് LEDs യൂസ് ചെയ്യാം. ഓക്കെ, ഇല്ല ഇപ്പോൾ ഒരു നമുക്കൊരു എന്താ വാർണിംഗ് സിഗ്നൽ കാണിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിലും ഒരു യെല്ലോ LED യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കൺഫ്യൂഷൻ കാണിക്കാനാണെങ്കിൽ നമുക്ക് റെഡ് കളർ യൂസ് ചെയ്യാം. ഓക്കെ, ഇല്ല നമുക്കിപ്പോൾ എന്തെങ്കിലും സിസ്റ്റം ഓൺ ആയതായിട്ട് കാണിക്കണം. ഓക്കെ, ഒന്നുകിൽ റെഡ് യൂസ് ചെയ്യാം, ഗ്രീൻ യൂസ് ചെയ്യാം. അത് നമ്മുടെ പർപ്പസ് പോലെയാണ്. ഓക്കെ, സാധാരണ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ആയിട്ട് കൂടുതലും റെഡ് ആണ് യൂസ് ചെയ്യുന്നത്. കാരണം നമുക്ക് എന്താ അറിയാം, റെഡിന്റെ വേവ് ലെങ്ത് കൂടുതലാണ്. അപ്പോൾ എവിടെ നിന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും ഇന്ന ഡിവൈസ് അവിടെ ഓൺ ആയിരിക്കുവാണെന്ന് അറിയാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ കൂടുതലും റെഡ് ആണ് യൂസ് ചെയ്യുന്നത്. വൈറ്റ് ഒന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. വെട്ടം കിട്ടാൻ നമ്മൾ വൈറ്റ് യൂസ് ചെയ്യും. ഇല്ല ഡെക്കറേറ്റീവ് പർപ്പസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഡിഫറെന്റ് കളേഴ്സ് അവിടെ യൂസ് ചെയ്യും. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു ഡയോഡിന്റെ സിമ്പിൾ മാത്രം വെച്ചുകൊണ്ട് അത് ഏത് കളറൊന്നും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അത് നമ്മുടെ പർപ്പസ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഏത് വേണോ നമുക്ക് അവിടെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ് നമുക്ക് എന്ത് കിട്ടുന്നത് അവിടെ കിട്ടുന്നത്. വിത്ത് സ്ലോപ്പ്, ഒരു പോസിറ്റീവ് സ്ലോപ്പ് ഉള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്രാഫ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇത് കൂടുതൽ എക്സ്പ്ലനേഷൻ ഇല്ല. ജസ്റ്റ് എന്താണ് ആ ഒരു ഗ്രാഫ്, കറണ്ടും അതുപോലെ തന്നെ അവിടുത്തെ ആ ഒരു റേഡിയേറ്റ് ലൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ഗ്രാഫാണ് ഈ ഒരു ഗ്രാഫ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നാൽ മതിയാവും. പിന്നെ അതിൻ്റെ ഒരു ലീനിയർ ഇൻക്രീസിങ് വരുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മൾ എപ്പോൾ വോൾട്ടേജ് കൊടുക്കുന്നോ, ചെറിയ ചെറിയ വോൾട്ടേജ് നമ്മൾ തൊട്ട് മുൻപേ നമുക്ക് ആ ഒരു വോൾട്ടേജ് വേഴ്സസ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലേ, വോൾട്ടേജസ് കറണ്ട് IV ഗ്രാഫ് ഫോർ എ PN ജംഗ്ഷൻ. ഓക്കെ, അതിലൊക്കെ നമുക്ക് കുറേ സ്ലോപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇതിലും ആ 0.7 കട്ട് ഓഫ് വോൾട്ടേജ് ഒക്കെ വരും. ഓക്കെ, LDC ഇപ്പോൾ നമ്മളൊരു വോൾട്ടേജിൽ കൊടുത്ത ഉടനെ തന്നെ ഓൺ ആവണമെന്നില്ല. അതിനൊരു മിനിമം ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഉണ്ടാവും. ഓക്കെ, ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്, നീ വോൾട്ടേജ് ഉണ്ടാവും. ബ്രേക്ക് ഡൗൺ അല്ല, നീ വോൾട്ടേജ്, ഫോർവേഡ് ബയാസിംഗിൽ നീ വോൾട്ടേജ് ഉണ്ടാവും. ആ നീ വോൾട്ടേജ് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ നീ വോൾട്ടേജ് കഴിഞ്ഞാണ് അത് ഫർദർ ഇൻക്രീസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ LEDs ഞാൻ അതിലിപ്പോൾ ഒരു എക്സ്പെരിമെന്റ് കാണിച്ചു തരാം, നിങ്ങൾക്ക് ലാസ്റ്റ് കാണിച്ചു തരാം. നിങ്ങൾക്ക് മനസ്സിലാവും വോൾട്ടേജ് നമ്മൾ ഇൻക്രീസ് പോകുന്ന സമയത്ത് പതുക്കെ എന്ത് LEDs ഓൺ ആയി വരത്തുള്ളൂ. പിന്നെ ഇതെന്ന് വെച്ചാൽ അതിന്റെ ലൈറ്റ് എമിറ്റിംഗ് ഗ്രാഫ് ആണ്. ഓക്കെ, ലൈറ്റും കറണ്ടും തമ്മിൽ, അതായത് ഓരോ
ഫ്രാക്ഷനിൽ ഓരോ പ്രാവശ്യം കറണ്ട് കൂട്ടുന്നതനുസരിച്ച് ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂടി വരുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു ലൈറ്റും അതുപോലെ തന്നെ കറണ്ട് റിലേറ്റ് ചെയ്യുന്ന ആ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി, കൂടുതൽ എക്സ്പ്ലനേഷൻ അങ്ങനെ ചോദിക്കില്ല ഗ്രാഫ് റിലേറ്റ് ചെയ്തിട്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിന്റെ LED വോൾട്ടേജും കറണ്ടും ആണ് കേട്ടോ. എന്താണ് LED വോൾട്ടേജ് ആൻഡ് കറണ്ട്. ഓക്കെ, LED വോൾട്ടേജ് ആൻഡ് കറണ്ട്. അപ്പോൾ നമുക്ക് അറിയാം സാധാരണ ഈ LEDs. ഓക്കെ, അപ്പോൾ നിങ്ങൾ LEDs എന്ന് പറയുമ്പോൾ LED ഡയോഡ് എന്ന് വേണം ചിന്തിക്കാനായിട്ട്. ഓക്കെ, ഈ കാണിക്കുന്നതാണ് നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പോൾ വയ്ക്കുന്ന LED ബൾബായാലും ട്യൂബായാലും അതിനകത്തുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഇതിനകത്ത് എന്തുണ്ട് കണ്ടോ, ഇത് ഓരോന്നും ഓരോ ഡയോഡ്സാണ്. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞ ആ ഒരു LED എന്ന് പറയുന്നത് ഇതാണ്, ഒന്നാണ്. ഓക്കെ, ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഇത് ബൾബായിട്ട് മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ ബൾബ് നമുക്ക് 230 കൊടുക്കാം, കാരണം ഇത്രയും ബൾബ് ഇരിക്കുന്നു, LEDs ഇരിക്കുന്നു, എല്ലാം കൂടി ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് 230 വോൾട്ട് വേണം. അല്ലാതെ ഇതിൽ ഒരു ഡയോഡിന് വർക്ക് ചെയ്യാൻ ആവശ്യമാകുന്ന കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് വെച്ചാൽ വളരെ കുറവാണ്. ഓക്കെ, ഒരു നമ്മൾ നോർമലി 1-2 വോൾട്ട് ആ ഒരു റേഞ്ചിലൊക്കെ എന്ത് ചെയ്യുന്നത് അവിടെ നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായല്ലോ. LED ബൾബ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് വരും. ഒരു ഡയോഡ് എന്ന് പറയുമ്പോൾ എന്താണ് ഇതിലുള്ള ഒരു ഡയോഡ്, പിന്നെ ഇത് ഒരുപാട് ഡയോഡ്സ് കൂടെ വരും, എന്നാൽ നമുക്ക് പ്രകാശം കിട്ടുള്ളൂ. ഒറ്റ സിംഗിൾ ഡയോഡ് വെച്ച് നമുക്ക് ഇത്രയും വെട്ടം കിട്ടത്തില്ല. ഓക്കെ, നമ്മൾ സാധാരണ ഒരു ട്യൂബൊക്കെ വരുമ്പോൾ LED ട്യൂബിൽ ഏകദേശം ഒരു 180-200 അടുപ്പിച്ച് എന്തൊക്കെ ഡയോഡ്സ് അതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, അത്രയും കമ്പൈൻ ചെയ്യുന്ന ഒരു LED ട്യൂബ് നിർമ്മിക്കുന്നത് 20 വാട്ട്സിൻ്റെയും 40 വാട്ട്സിൻ്റെ ഒക്കെ. ഓക്കെ, അത് വാട്ട്സ് കൂടുന്നതനുസരിച്ച് LED പവർ അവിടെ നമ്മൾ ഇൻക്രീസ് ചെയ്യാറുണ്ട്. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ട LEDസിന്റെ വോൾട്ടേജ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ തൊട്ട് മുൻപേ പറഞ്ഞു, നമ്മളൊരു LED ഒരു പവർ സപ്ലൈയിൽ കണക്ട് ചെയ്യുമ്പോൾ വോൾട്ടേജ് കൂടിപ്പോയാൽ എന്ത് സംഭവിക്കും? അത് പെട്ടെന്ന് തന്നെ ബേൺ ഔട്ട് ആയി പോകും. ഓക്കെ, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും പോകും? ബേൺ ഔട്ട് ആയിട്ട് പോകും. അപ്പോൾ അങ്ങനെ ബേൺ ഔട്ട് ആയി പോവാതിരിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ബേൺ ഔട്ട് ആയി പോകാതിരിക്കാനായിട്ട് നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യും? നമ്മൾ റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരിക്കലും ഈ ഒരു LED നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യില്ല, പവർ സപ്ലൈയിൽ കണക്ട് ചെയ്യില്ല. ഓക്കെ, ഇതിപ്പോൾ ഒരു പവർ സപ്ലൈ എന്ന് വെച്ചോളൂ. ഓക്കെ, 9 വോൾട്ടിന്റെ പവർ സപ്ലൈ. അപ്പോൾ 9 വോൾട്ടിന്റെ പവർ സപ്ലൈ ഞാൻ ഇവിടെ കണക്ട് ചെയ്യുന്നു. അപ്പോൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോൾ ഇൻ കേസ് ഞാനൊരു LED ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, ഒരു എന്ത് ചെയ്തു, ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്തു. ഇതൊരു LED ആണ്. ഓക്കെ, ഡയറക്റ്റ് കണക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ LEDസിന് പവർ അപ്പ് ആവാനായിട്ട് അല്ലെങ്കിൽ ഓൺ ആവാനായിട്ട് ഏകദേശം ഒരു 1 വോൾട്ട് മുതൽ എത്ര വോൾട്ട് വരെ മതി? 3 വോൾട്ട് വരെ മതി. ഓക്കെ, നോർമൽ റേറ്റിംഗ് ഓഫ് LED ആണ്. സാധാരണഗതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു LEDയുടെ വോൾട്ടേജ് റേറ്റിംഗ് ആണ് എത്രയാണ്? 1 to 3 വോൾട്ട്. ഓക്കെ, 1 മുതൽ 3 വോൾട്ട് വരെയാണ് അതിൽ വരുന്നത്. ഇതിന്റെ കറണ്ട് റേഞ്ച് വന്നു കഴിഞ്ഞാൽ ഏകദേശം 20 മില്ലി ആംപിയർ ടു 100 മില്ലി ആംപിയർ വരെയാണ് കറണ്ട് റേറ്റിംഗ്. ഓക്കെ, വോൾട്ടേജ് റേറ്റിംഗ് 1 to 3 വോൾട്ടും അതുപോലെ തന്നെ കറണ്ട് റേറ്റിംഗ് വന്നിട്ട് 20 മില്ലി ആംപിയർ ടു 100 മില്ലി ആംപിയർ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരിക്കലും ഈ ഒരു കറണ്ട് എക്സീഡ് ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ? ഇവിടെ നമ്മൾ എന്ത് കണക്ട് ചെയ്യും? ഇവിടെ ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്യും. ഓക്കെ, എന്ത് ചെയ്യുന്നുണ്ട്? ഒരു റെസിസ്റ്റർ, കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്റർ കണക്ട് ചെയ്യുന്നു. അത് നമ്മൾ RS എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു RSന്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യണം? അവിടെ ഡിറ്റർമിൻ ചെയ്യണം. ഓക്കെ, RSന്റെ വാല്യൂ. അപ്പോൾ നമ്മൾ ഇതിൽ ഈ ഒരു സർക്യൂട്ടിനെ സംബന്ധിച്ച് നമുക്ക് 2 വോൾട്ടേജ് ആണ് ഇതിൽ വരുന്നത്. ഒന്ന് നമ്മൾ സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ്, അല്ലെങ്കിൽ നമുക്കൊരു സോഴ്സ് വോൾട്ടേജ് വിളിക്കാം, VS എന്ന് വിളിക്കാം. എന്താണ് നമ്മൾ സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ്, അല്ലെങ്കിൽ എന്ത് പറയാം, സോഴ്സ് വോൾട്ടേജ്. ഓക്കെ, അതാണ് VS. ഇനി അതേപോലെ തന്നെ VD എന്ന് പറയുന്ന മറ്റൊരു വോൾട്ടേജ് ഉണ്ട്. ഓക്കെ, VD, അതായത് അത് ആ ഡയോഡിന്റെ വോൾട്ടേജ് ആണ്. ആ വോൾട്ടേജിന് 1 മുതൽ 3 വരെ. അപ്പോൾ അത് എങ്ങനെ അറിയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ 1 മുതൽ 3 വരെ കാൽക്കുലേഷൻ നമുക്ക് എടുക്കാം. ഇല്ല, ടിപ്പിക്കലായിട്ട് നമുക്ക് കറക്റ്റായിട്ട് അറിയണമെങ്കിൽ ഡാറ്റ ഷീറ്റ് നോക്കിയാൽ മതി. ഇന്ന കളറിന്റെ LEDസിന്റെ വാല്യൂ എത്രയാണ് എന്ന് നമ്മൾ ഡാറ്റ ഷീറ്റ് നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവിടെ അറിയാൻ പറ്റും എത്രയാണ് എൻ്റെ VDയുടെ വാല്യൂ എന്ന്. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര റെസിസ്റ്റൻസ് ഇവിടെ യൂസ് ചെയ്യണം, ഓക്കെ, ഏത് റെസിസ്റ്റൻസ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ എന്ത് ചെയ്യുക, അത് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്കൊരു ഇക്വേഷൻ യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് RS is equal to, okay, RS is equal to VS minus VD. Okay, VS minus VD. ആൻഡ് അവിടുത്തെ കറണ്ട് റേറ്റിംഗ് എത്രയാണ് അറിയണമല്ലോ, ആ ഒരു LED കറണ്ട് എത്രയാണ് വരുന്നതെന്ന്. അപ്പോൾ കറണ്ട് ഫോർവേഡ് കറണ്ട് ആണ്. ഓക്കെ, നമുക്ക് വോൾട്ടേജ് അല്ല ലിമിറ്റ് ചെയ്യേണ്ടത്, കറണ്ടാണ് ലിമിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ കറണ്ട് ലിമിറ്റ് ചെയ്യാനായിട്ട് IF is equal to V by R അല്ലേ. അപ്പോൾ ഇവിടെ V എന്താണ്? VS minus VD ഡിവൈഡ് ബൈ RS എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ. അപ്പോൾ നമുക്കൊരു LEDയുടെ കറണ്ട് അറിയാമെങ്കിൽ, ഓക്കെ, നമുക്കൊരു LEDയുടെ കറണ്ട് റേറ്റിംഗ് എത്രയെന്ന് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എത്ര റെസിസ്റ്റൻസ് നമുക്ക് യൂസ് ചെയ്യണമെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് കാൽക്കുലേഷൻസ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്താണ്? LEDയുടെ വോൾട്ടേജും കറണ്ടും കണ്ടുപിടിക്കുന്നത്. ഓക്കെ,
അപ്പോൾ ഒരു എൽ ഇ ഡിയുടെ വോൾട്ടേജ് കാരണം അത് കളേഴ്സ് അനുസരിച്ച് വേരി ചെയ്യും. ഓക്കെ, അതിന്റെ ഫോർവേഡ് കറന്റ് കളർ അനുസരിച്ച് എന്ത് ചെയ്യും, വേരി ചെയ്യും. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നമുക്ക് ഡാറ്റ ഷീറ്റ് ഒക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇന്ന കളർ ഇന്നയാണ് ഫോർവേഡ് കറന്റ് എന്നൊക്കെ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഒരു പവർ സപ്ലൈ, നമുക്ക് വീട്ടിലിരിക്കുന്ന പവർ സപ്ലൈ വന്നിട്ട് ഒരു 12 വോൾട്ടിന്റെ പവർ സപ്ലൈ. എനിക്കൊരു 12 വോൾട്ടിന്റെ പവർ സപ്ലൈയിൽ എന്ത് ചെയ്യണം, 12 വോൾട്ടിന്റെ പവർ സപ്ലൈയിൽ എനിക്കൊരു 3 വോൾട്ട് ഒരു എത്ര ഒരു 30 മില്ലി ആംപിയർ റേറ്റിംഗ് വരുന്ന ഒരു LED എനിക്ക് പവർ അപ്പ് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ 12 വോൾട്ടിൽ ഡയറക്റ്റ് ആയിട്ട് ഇതെടുത്ത് കൊടുത്താൽ എന്ത് ചെയ്യും, എന്തായാലും അത് കത്തിപ്പോവും. ഓക്കെ, തെർമൽ റണ്ണവേ സംഭവിക്കും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യും, ഒരു കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്റർ എത്ര വാല്യൂ ഉള്ളതാവണമെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. ഓക്കെ, അതായത് അവിടുത്തെ ഫോർവേഡ് കറണ്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ആണ് ഇവിടുത്തെ VS, അതായത് സോഴ്സ് വോൾട്ടേജ്. VD മീൻസ് അവിടുത്തെ ഡയോഡ് വോൾട്ടേജ് ആണ്, ആ ഒരു LEDയുടെ ഡയോഡ് വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, RSന്റെ വാല്യൂ എടുക്കാൻ പറ്റും. RS ഈക്വൽ ടു VS മൈനസ് VD ഡിവൈഡ് ബൈ IF. ഓക്കെ, RS is equal to VS minus VD by IF എന്ന് കിട്ടും. ഇതാണ് എന്താ അവിടുത്തെ ദാറ്റ് ഈസ് ദ കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്റേഴ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സീരീസിൽ എന്ത് ചെയ്യും, കണക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ LEയുടെ കൂടെ ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നമുക്ക് ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു LED ഡയോഡ് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, എനിക്കൊരു സർക്യൂട്ട് നിർമ്മിക്കണം. അപ്പോൾ എൻ്റെ ഇരിക്കുന്ന പവർ സപ്ലൈ 10 വോൾട്ടാണ്. 10 വോൾട്ടാണ് എൻ്റെ ഇരിക്കുന്ന പവർ സപ്ലൈ. പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ ഒരു LED-യുടെ ഫോർവേഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയാണ്, അത് വന്നിട്ട് ഒരു 1.6 വോൾട്ടാണ്. ഓക്കെ, 1.6 വോൾട്ടാണ്. LED-യുടെ കറണ്ട് IF-ന്റെ വാല്യൂ വന്നിട്ട് എത്രയാണ്, IF-ന്റെ വാല്യൂ വന്നിട്ട് അവിടെ എനിക്ക് 20 മില്ലി ആംപിയർ ആണ്. ഓക്കെ, 20 മില്ലി ആംപിയറിലൊരു ഇതാണ് LED ആണ് ഞാൻ എന്ത് ചെയ്യുന്നത്, അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഞാൻ യൂസ് ചെയ്യേണ്ട സീരീസ് റെസിസ്റ്റൻസ് എത്രയാണ്, അതായത് RSന്റെ വാല്യൂ കണ്ടുപിടിക്കുക, അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, we have a power supply rating 10 volt and we have a LED of voltage 1.6 volt and a current rating 20 milliampere. Find what is the series resistor required to limit the current through the LED. ഇതാണ് ക്വസ്റ്റ്യൻ. എങ്ങനെ കണ്ടുപിടിക്കും, RS equal to VS minus VD divided by IF. Okay, VS minus VD divided by IF. Okay, VSന്റെ വാല്യൂ എത്രയാണ്, 10 ആണ്. VD വന്നിട്ട് 1.6 ആണ്. ഡിവൈഡ് ബൈ 20 മില്ലി ആംപിയർ ആണ്. 20 ഇൻറ്റു 10⁻³ ആംപിയർ. ഓക്കെ, എത്രയായിട്ടും ആൻസർ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 10 മൈനസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഏകദേശം ഒരു 420 ഓം വരും. ഓക്കെ, 420 ഓം ആണ് എന്താ അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു റെസിസ്റ്റർ ഒന്നുകിൽ സീരീസ് റെസിസ്റ്റർ വിളിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം, കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്റർ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലത്തെ റെസിസ്റ്റർ അവിടെ ആഡ് ചെയ്യണം. അപ്പോൾ എന്തിനാണ് ഒരു പർപ്പസ് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മളൊരു 12 വോൾട്ടിൽ ഒരു പവർ സപ്ലൈ ഡിസൈൻ ചെയ്ത് വെച്ചോളൂ. ഓക്കെ, നിങ്ങൾ ലാബിലൊക്കെ യൂസ് ചെയ്യുന്ന പവർ സപ്ലൈസ് ഉണ്ട്, അപ്പോൾ അതൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് സ്റ്റുഡൻസിന് ഡിസൈൻ ചെയ്യാൻ പറ്റും. നമ്മളൊരു 12 വോൾട്ടിന്റെ പവർ സപ്ലൈ ഡിസൈൻ ചെയ്തു. ആ പവർ സപ്ലൈ ഓൺ ആയിരിക്കുന്നെന്നോ അറിയാൻ വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഒരു റെസിസ്റ്റർ അവിടെ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ആ പവർ സപ്ലൈ ഓൺ ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു LED എനിക്ക് അവിടെ കണക്ട് ചെയ്യുന്നു, ഇൻഡിക്കേറ്റർ LED ആയിട്ട്. അപ്പോൾ നമുക്കറിയാം 12 വോൾട്ടിന്റെ പവർ സപ്ലൈയും എനിക്ക് കണക്ട് ചെയ്യേണ്ട 2 വോൾട്ടിന്റെ ഒരു LED ആണ്. ഓക്കെ, അങ്ങനെ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലത്തെ ഒരു സീരീസ് റെസിസ്റ്റർ എന്ത് ചെയ്യുക, അവിടെ കണക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യണം, ഈ ഒരു ഇക്വേഷൻ അവിടെ യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ നെറ്റിലെല്ലാം നോക്കിയിട്ട് റെഡ് കളർ LEDയുടെ ഫോർവേഡ് വോൾട്ടേജ് എത്രയാണെന്ന് നോക്കുക, കറണ്ട് എത്രയാണെന്ന് നോക്കുക. ഓക്കെ, രണ്ടും നോക്കി നോട്ട് ചെയ്തെടുക്കുക. നോട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ കണ്ടുപിടിച്ച പവർ സപ്ലൈ എത്രയാണെന്ന് നോക്കണം. പവർ സപ്ലൈ എത്രയാണ്, 12 വോൾട്ട് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, ആ 12 വോൾട്ടിൽ നിന്നും അതിന്റെ വോൾട്ടേജ് വാല്യൂ 2 വോൾട്ട് കുറയ്ക്കുക, ഡിവൈഡ് ബൈ അവിടുത്തെ കറണ്ട് വാല്യൂ 20 ആണെങ്കിൽ 20, ടിപ്പിക്കലി 20 ആയിരിക്കും മിക്കപ്പോഴും വരുന്നത്. 20 മില്ലി ആംപിയർ ഇട്ട് ചെയ്താൽ ആൻസർ വലിയ കുഴപ്പമില്ലാതെ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, RSന്റെ വാല്യൂ അവിടെ കിട്ടും. അതനുസരിച്ചുള്ള റെസിസ്റ്റർ എന്ത് ചെയ്താൽ മതി, നമ്മൾ അവിടെ യൂസ് ചെയ്താൽ മതി. ആ ഒരു സമയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്രയാണ് നമുക്ക് അവിടെ വേണ്ടതെന്ന് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, ഇറ്റ് ഈസ് കോൾഡ് സീരീസ് റെസിസ്റ്റൻസ്. അല്ലെങ്കിൽ എന്തിനാണ് സീരീസ് റെസിസ്റ്റൻസ് യൂസ് ചെയ്യുന്നത്, ഫോർ പ്രൊട്ടക്ടിങ് ദ LED ഫ്രം ഹയർ കറണ്ട്. ഓക്കെ, അത് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. ഞാനൊരു സിമുലേഷൻ കാണിച്ചു തരാം, ഒരു LED നമ്മൾ കണക്ട് ചെയ്യുന്നതിനെ കുറിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇത് നോക്കുക, ഇത് സർക്യൂട്ട് സിമുലേറ്ററാണ്. ഇവിടെ ഞാനിപ്പോൾ ഒരു LED വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരു റെഡ് കളർ LED ആണ്. ഓക്കെ, റെഡ് കളർ LED ഞാൻ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ആനോഡ് പാർട്ട്, ഇതവിടെ കാഥോഡ് പാർട്ട്. ഇത് നമുക്കിപ്പോൾ ഒരു ലാബിൽ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു വേരിയബിൾ പവർ സപ്ലൈ ആണ്. നമുക്ക് 0 മുതൽ ഏകദേശം 30 വോൾട്ട് വരെ എന്ത് ചെയ്യാൻ പറ്റും, ഇതവിടെ നമുക്ക് വേരി ചെയ്യാൻ പറ്റും. കണ്ടോ, ഒരു വേരിയിങ് നോബ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വേരിയിങ് നോബ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, വോൾട്ടേജസ് അവിടെ വേരി ചെയ്യാൻ പറ്റും. നമ്മൾ സാധാരണ ഒരു പ്രാക്ടിക്കൽ എങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു ഓൺലൈൻ സിമുലേഷൻ അതിൽ കാണിച്ചിരിക്കും, സർക്യൂട്ടിന്റെ ഒരു ഓൺലൈൻ സിമുലേഷൻ. ഓക്കെ,
അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ വേരി ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ വോൾട്ടേജ് ഒന്ന് വേരി ചെയ്ത് നോക്കാം. ആദ്യം ഒന്ന് വേരി ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ഇത് ഇവിടെ കണക്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഓക്കെ, ഇത് ഇവിടെ ഇതിന്റെ പോസിറ്റീവ് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിന്റെ ആനോഡുമായിട്ടും പവർ സപ്ലൈയുടെ നെഗറ്റീവ് ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇതിന്റെ കാഥോഡ് പാർട്ട് വരെ ഞാൻ അവിടെ കണക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ സിമുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടെ വോൾട്ടേജ് ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്തില്ല, LED ഇവിടെ ലൈറ്റ് ആവില്ല. കാരണം എന്ത് ചെയ്യണം, മിനിമം ഫോർവേഡ് വോൾട്ടേജ് നമുക്ക് ഇവിടെ വേണം. ഞാനിപ്പോൾ ഇവിടെ പതി എന്ത് ചെയ്യാണ്, വോൾട്ടേജ് അവിടെ കൂട്ടുവാണ്. കണ്ടോ, ചെറുതായിട്ടൊന്ന് ഇൻക്രീസ് ചെയ്തപ്പോൾ തന്നെ അവിടെ എന്ത് ചെയ്തു, ലൈറ്റ് ഓൺ ആയി. ഇത് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ഒന്ന് നോക്കുക. കണ്ടോ, ഞാൻ ഇവിടെ പതിയെ എന്ത് ചെയ്യുന്നു, വോൾട്ടേജ് കൂട്ടുന്നതനുസരിച്ച് അവിടെ ലൈറ്റ് ഓൺ ആവുന്നുണ്ട്. ഓക്കെ, ഏകദേശം ഒരു 2 വോൾട്ട് ഒക്കെ എത്തുന്ന സമയത്ത് തന്നെ അത് കറക്റ്റ് ഇതാവുന്നുണ്ട്. ഇനി ഇങ്ങനെ വോൾട്ടേജ് കൂട്ടി കഴിഞ്ഞാൽ കണ്ടോ എന്തായി പോവും, അവിടെ ബേൺ ആവും. അപ്പോൾ ഒരു നമ്മുടെ ഒരു റെഡ് കളർ LED ഒക്കെ വോൾട്ടേജ് റേറ്റിംഗ് എന്ന് വെച്ചാൽ ഏകദേശം ഒരു 2 വോൾട്ട് വരെയൊക്കെയാണ്. ഓക്കെ, ഒരു മില്ലി വോൾട്ടേജ് കൊടുത്തു നോക്കുന്നു. പക്ഷേ എന്ത് ചെയ്തില്ല, അതവിടെ ഓൺ ആവത്തില്ല. പതിയെ പതിയെ എന്ത് ചെയ്യും, ഓരോ വോൾട്ടേജ് കൂട്ടുന്നതനുസരിച്ച് ലൈറ്റ് അപ്പ് ആവുന്നുണ്ട്. 2 വോൾട്ട് വരെയാണ് അതിന്റെ ഇത് വരുന്നത്. ഓക്കെ, കറണ്ട് ത്രൂ ദ LEDs 22.8 മില്ലി ആംപിയർ. റെക്കമെൻഡ് മാക്സിമം ഈസ് 20 മില്ലി ആംപിയർ. 20 മില്ലി ആംപിയർ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇതിന്റെ റേറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടല്ലോ, അത് എന്ത് ചെയ്യും, നമ്മളവിടെ വോൾട്ടേജും കറണ്ട് കൂടി നോക്കാം. കറണ്ട് അവിടെ കൂട്ടുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വോൾട്ടേജ് കറണ്ട് ഇൻക്രീസ് ചെയ്യും. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, അതവിടെ ബേൺ ഔട്ട് ആയി പോകും. അപ്പോൾ ഇങ്ങനെ ബേൺ ഔട്ട് ആവാതിരിക്കാനായിട്ട്, ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു എനിക്കൊരു 12 വോൾട്ടിൽ പിന്നെ എന്ത് ചെയ്യണം, എനിക്ക് അവിടെ കണക്ട് ചെയ്യണം. ഓക്കെ, 12 വോൾട്ടിൽ എനിക്ക് ഏകദേശം ഇതിനെ കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ റെസിസ്റ്റൻസുമായിട്ട് എന്ത് ചെയ്യണം, നമ്മളിവിടെ അറ്റാച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുന്നതിൽ ഒരു റെസിസ്റ്റൻസ് എന്ത് ചെയ്യാം, നമുക്കിവിടെ അറ്റാച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു റെസിസ്റ്റർ ഇവിടെ അറ്റാച്ച് ചെയ്യുന്നു. പിന്നെ അതിനോട് നിങ്ങൾ ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്യാം. ഓക്കെ, റെസിസ്റ്റർ അവിടെ കണക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ തൊട്ട് മുൻപേ കണ്ടുപിടിച്ചതിൽ നമുക്ക് എത്രയാ, ഒരു 10 വോൾട്ട് സപ്ലൈ കൊടുക്കുകയാണെങ്കിൽ 1.6 ഒക്കെ പവർ അപ്പ് ചെയ്യാനായിട്ട് എത്ര റെസിസ്റ്റൻസ് വേണം പറഞ്ഞു, ഞാൻ തൊട്ട് മുൻപ് പറഞ്ഞ പ്രോബ്ലത്തിൽ 420 വേണമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഒരു 420 ഓമിന്റെ റെസിസ്റ്റൻസ് നമുക്കിവിടെ കാണിക്കാം കേട്ടോ. ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി 420 ഓം എന്ന് പറഞ്ഞിട്ട്. 420 ഓം കൊടുത്തു. നമ്മളൊന്ന് അറ്റാച്ച് ചെയ്യാൻ പോകണം ഇതിൽ കേട്ടോ. എന്നിട്ട് നമ്മുടെ സിമുലേഷൻ നമുക്കൊന്ന് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ സിമുലേഷൻ ഒന്ന് സ്വിച്ച് ഓൺ ചെയ്യുവാണ്. ഇവിടെ ഞാൻ പതിയെ പതിയെ വോൾട്ടേജ് കൂട്ടുക. എന്ത് ചെയ്തില്ല, കണ്ടോ, 10 വോൾട്ട് വരെ എന്ത് ചെയ്യും, മാക്സിമം അത് എക്സ്റ്റാൻഡ് ചെയ്യും. കണ്ടോ, 10 വോൾട്ട് 11 വോൾട്ട് ആ ഒരു റേഞ്ച് വരെ. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ അങ്ങ് ബേൺ ഔട്ട് ആവും. പെട്ടെന്ന് മീൻസ് ഇതിലിപ്പോൾ കാണുന്നില്ല. സാധാരണ നമ്മൾ കാണിക്കുന്ന സമയത്ത് സിമുലേഷനിൽ ചെറിയ എറേഴ്സ് വരാം. ഓക്കെ, ലാസ്റ്റ് നമുക്ക് ചില എറേഴ്സ് വരാം. പക്ഷേ അതിൽ ഒരു വാർണിംഗ് കാണിക്കുന്നുണ്ടോ, ഉണ്ടോ, 20 മില്ലി ആംപിയർ കഴിയുന്നു, പക്ഷെ അത് കഴിയാൻ പാടില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും എന്താണ് സീരീസ് ഇത് പ്രൊട്ടക്ഷൻ എന്ത് ചെയ്യുന്നു, നമ്മളിവിടെ ഒരു റെസിസ്റ്റർ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി ഇപ്പോൾ കാര്യം എന്താണ്, നമ്മൾ എന്തിനാണ് റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ റെസിസ്റ്റേഴ്സ് വയ്ക്കാതെ ഞാൻ ഏകദേശം 2 വോൾട്ട് കഴിഞ്ഞ സമയത്ത് തന്നെ, ഓക്കെ, 2 വോൾട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എന്ത് സംഭവിച്ചു, ഡയറക്റ്റ് കൊടുത്തു നോക്കാം. കൊടുക്കുന്ന സമയത്ത് നമ്മൾ സിമുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മൾ ആ 2 വോൾട്ട് കഴിയുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ബേൺ ഔട്ട് ആയി. ഓക്കെ, ആ 2 വോൾട്ട് കഴിഞ്ഞ് 3 വോൾട്ട് എത്തിയ സമയത്ത് തന്നെ അത് പെട്ടെന്ന് ബേൺ ഔട്ട് ടെർമിനൽ റൺ ഔട്ട് സംഭവിച്ചു. പക്ഷേ ഇനി നമ്മൾ അല്പം ഒന്ന് റെസ്റ്റ് വഴി കൊടുക്കുകയാണെങ്കിലോ, റെസ്റ്റ് കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു, റെസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്യുക, നമ്മൾ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുക. ഏകദേശം ഒരു 10 വോൾട്ട് വരെ നമ്മൾ നേരത്തെ പറഞ്ഞു, അത് 10 വോൾട്ട് വരെയാണ് ആ വാർണിംഗ് സൈൻ അവിടെ കാണിക്കാത്തത്. ഓക്കെ, ഇതിന് സിമുലേഷൻ ആയതുകൊണ്ട് നമ്മൾ ഒറിജിനലി ചെയ്യുന്ന സമയത്ത് ഈ പ്രോബ്ലം കറക്റ്റായിട്ട് വരും. 10 വോൾട്ട് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ബേൺ ഔട്ട്. പിന്നെ ഒരു കാര്യം, ഈ റെസിസ്റ്റർ ഇരിക്കുവാണെങ്കിൽ എടുത്തടിച്ചുള്ള പെട്ടെന്ന് എന്ത് ചെയ്യത്തില്ല, ബേൺ ഔട്ടും ആവത്തില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട് ശരിക്കും അതിൽ. ഓക്കെ, മാക്സിമം ഹീറ്റ് ഇതുവരെ ഡിസിപ്പേറ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഈ ഒരു സിമുലേഷനിൽ കാണിക്കുന്ന പോലെ തന്നെ ഇവിടെ നമ്മളിപ്പോൾ വോൾട്ടേജ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോയാലും അങ്ങനെ പെട്ടെന്ന് എന്ത് ചെയ്യത്തില്ല, ഒറ്റ സ്റ്റെപ്പിൽ അത് ബേൺ ഔട്ട് ആവില്ല. പതിയെ പതിയെ ബേൺ ഔട്ട് ആവും. ഈ ബേൺ ഔട്ട് ആയി നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. ഒരു സ്മെല്ലൊക്കെ വരും. ഈ ഒരു ഡയോഡ്സ് ബേൺ ഔട്ട് ആവുമ്പോൾ, LED ഡയോഡ്സ് ബേൺ ഔട്ട് ആവുന്ന സമയത്ത് നമ്മൾ സാധാരണ ഡയോഡ് ബേൺ ഔട്ടിനെ കാട്ടിയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, ഇത് ബേൺ ഔട്ട് ആവും. പിന്നീട് അതിൻ്റെ ഒരു റെക്സ് ഉണ്ടല്ലോ പുറത്ത് നമ്മൾ കണ്ടില്ലേ, എപ്പോക്സി, അതിൻ്റെ സ്മെല്ല് കൂടി പെട്ടെന്ന് ഇങ്ങനെ പുറത്തോട്ട് വരും. ഇത് വല്ലാത്തൊരു ഇറിറ്റേറ്റിംഗ് സ്മെല്ലായിരിക്കും ഇതിന് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു LED സർക്യൂട്ട്. അപ്പോൾ എന്തിനാണ് ഈ ഒരു റെസിസ്റ്റർ നമ്മൾ കണക്ട് ചെയ്യുന്നത്, എന്തിനു വേണ്ട, കറണ്ട് നമുക്ക് ഇവിടെ ലിമിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, ആ ഒരു എക്സ്പെരിമെന്റ് കണ്ട സമയത്ത് മനസ്സിലായല്ലോ എന്താണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞ ഈ ഒരു കാര്യം അവിടെ പ്രാക്ടിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോസിബിൾ ആണ്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വെച്ചിട്ട് ഒരു 9 വോൾട്ട് ബാറ്ററി എടുത്തതിന് ശേഷം ആ 9 വോൾട്ട് ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്ത് നോക്കണം. എന്ത് ചെയ്യാം, ഇതുപോലെ ഒരു റെസിസ്റ്റർ എടുത്തിട്ട് എന്ത് ചെയ്യാം, കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിലിപ്പോൾ നമുക്ക് 9 വോൾട്ട് ബാറ്ററിയും അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു 9 വോൾട്ട് ബാറ്ററി വെക്കുന്നു. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന 9 വോൾട്ടിന്റെ ബാറ്ററി. ഓക്കെ, ഇവിടെ ഞാൻ പ്ലേസ് ചെയ്തു. പ്ലേസ് ചെയ്തിട്ട് ഇത് നമ്മൾ കാഥോഡാണ്. ഓക്കെ, ഓക്കെ, അതോടെ നമുക്ക് ഇതിന്റെ നെഗറ്റീവായിട്ടൊന്ന് കണക്ട് ചെയ്യണം. നെഗറ്റീവായിട്ടും ഇവിടെ പോസിറ്റീവായിട്ട് എന്ത് ചെയ്തു, കണക്ട് ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ 9 വോൾട്ടേ ഉള്ളൂ.
ഉണ്ടോ? ലൈറ്റ് എന്തായി? ഓൺ ആയി. ഓക്കെ, സിമുലേഷനകത്ത് ഓൺ ആക്കില്ല, അങ്ങനെ ഒരു പറ്റി. ഓക്കെ, എന്ത് ചെയ്തു? സിമുലേഷൻ ഓൺ ചെയ്യുന്ന സമയത്ത് സ്വിച്ച് ഓൺ ചെയ്യുന്ന പോലെ സിമുലേഷൻ ഓൺ ചെയ്യുന്നത്. ഇത് വർക്ക് ചെയ്യും, പ്രോഗ്രാം വർക്ക് ചെയ്യാൻ കൊടുക്കുന്നത്. ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? LED അവിടെ ലൈറ്റ് അപ്പ് ആവും. ഇനി ഞാൻ ഈ ഒരു റെസ്റ്റർ നിങ്ങൾ റിമൂവ് ചെയ്തിട്ട് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ട് ഓൺ ചെയ്യാൻ പോവാണ്. ഓക്കെ, എന്ത് ചെയ്യും? ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം ഇത് ഓൺ ചെയ്യുന്ന സമയത്തോ ഇത് ബേൺ ഔട്ട് ആവും. കണ്ടോ? ഇപ്പൊ മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് നമ്മൾ അവിടെ ആ ഒരു സീരീസ് റെസിസ്റ്റർ അല്ലെങ്കിൽ കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്റർ യൂസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാ? നമുക്കൊരു കറണ്ട് അവിടെ ലിമിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ കറക്റ്റ് ആയിട്ട് അവിടെ ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് ആ ഒരു പ്രോബ്ലത്തിൽ വരുന്നത്. ഇപ്പോഴത്തെ പ്രോബ്ലം ചില സമയത്ത് ചോദിക്കും, എക്സാമിന് ചോദിക്കും. ക്വസ്റ്റ്യൻ നമുക്ക് ടെക്സ്റ്റ് തന്നുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്, അതുകൊണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യും? അവിടെ ചോദിക്കും. അപ്പോൾ ഇതിന്റെ അഡ്വാൻറ്റേജസ് നമുക്കിവിടെ നോക്കണം. ഓക്കെ, അഡ്വാൻറ്റേജസ് ഓഫ് LED. ഓക്കെ, LEDയുടെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയായിരിക്കും? അഡ്വാൻറ്റേജസ് നമുക്ക് തന്നെ അറിയാമായിരിക്കും. ഓക്കെ, ഒന്ന്, കുറച്ച് വോൾട്ടേജ് മതി. നമ്മൾ കണ്ടു, ഒരു 2 വോൾട്ട് കൊടുക്കുമ്പോൾ തന്നെ അത് ഓൺ ആവുന്നു. ഓക്കെ, നമുക്ക് സാധാരണ ഒരു ബൾബൊക്കെ ലൈറ്റ് അപ്പ് ചെയ്യണമെങ്കിലോ, ഇൻകാൻസൻ ബൾബൊക്കെ ആണെങ്കിൽ അത് ഏകദേശം ഒരു 230 വോൾട്ട് കൊടുത്ത്, 230 വേണ്ട, 100 വോൾട്ട് കൊടുത്താൽ ചെറുതായിട്ടെങ്കിലും ബ്രൈറ്റ് ആവുള്ളൂ. ഓക്കെ, ഓൺ ആയിട്ട് സ്റ്റാർട്ട്, കാരണം അത് ഹീറ്റിംഗ് എഫക്റ്റ് വഴി അവിടെ കത്തുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഇവിടെ എന്ത് മതി? ലോ വോൾട്ടേജ് മതി. ഓക്കെ, ലോ വോൾട്ടേജ്. രണ്ടാമത്തെ കാര്യം എന്താണ്? ലോങ്ങർ ലൈഫ്. ഓക്കെ, ലോങ്ങർ ലൈഫ്. അപ്പോൾ ലൈറ്റിനൊക്കെ ഒരു ലൈഫ് ടൈം ഉണ്ട്. ഓക്കെ, ഇത്ര അവേഴ്സ് ഇത് വർക്ക് ചെയ്യുള്ളൂ. ഇത് ലൈറ്റ് ആദ്യം കണ്ടുപിടിച്ച സമയത്ത് ശരിക്കും ലൈറ്റിന് ഇങ്ങനത്തെ ഒരു ലിമിറ്റേഷൻ ഇല്ലായിരുന്നു. അപ്പോൾ ഈ ലൈറ്റൊക്കെ മുൻകാലങ്ങളിൽ, ഓക്കെ, ഒരു 18th സെഞ്ചുറി ആ ഒരു സമയത്തൊക്കെ ബൾബ് കണ്ടുപിടിച്ച് ഡിസ്കവർ ചെയ്യുന്ന സമയത്ത് ശരിക്കും ലൈറ്റിന് എന്തില്ല, ഇങ്ങനത്തെ ലിമിറ്റേഷൻ ഇല്ല. എത്ര സമയം വേണം കത്തി നിൽക്കാം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ ഫിലിപ്സ് കമ്പനീസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്തു? അവർ നോക്കിയപ്പോൾ ഒരു വീട്ടിലൊരു ബൾബ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർ ആയുഷ്കാലം മുഴുവൻ എന്ത് ചെയ്യണം? ആ ഒരു ബൾബിനെ അവിടെ യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർക്ക് എന്ത് ചെയ്യത്തില്ല? മാർക്കറ്റിംഗ് നടക്കത്തില്ല, അല്ലെങ്കിൽ ഇവർക്ക് അവിടെ ബിസിനസ് നടക്കില്ല. അപ്പോൾ ഇവർക്ക് ബിസിനസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ബൾബുകളുടെ ലൈഫ് ടൈം അവിടെ കുറയ്ക്കുന്നത്. അപ്പോൾ അതിൽ LEDസിലൊക്കെ ഈ 20 ഇയേഴ്സ് ഒക്കെ പറയുമെങ്കിലും 20 ഇയേഴ്സും കിട്ടത്തില്ല. അതും ഇത്ര മണിക്കൂറാവും. ഈ 20 ഇയേഴ്സ് മീൻസ് അവിടെ അവേഴ്സിലാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അത്രയും അവേഴ്സ് അവിടെ ഇടുമ്പോൾ ഏകദേശം 20 വർഷത്തിന് തുല്യമായിട്ട് വരും. ഓക്കെ, നമ്മൾ രാവിലെ തൊട്ട് 11 വരെ ഒരു LED ബൾബ് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ആ ഒരു അവേഴ്സ് അവിടെ പോകും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ അത് ഇല്ലാതായിട്ട് പോകേണ്ട ചാൻസസ് ഉണ്ട്. ഓക്കെ, ദെൻ പിന്നീട് ഒരു മൂന്നാമത്തെ കാര്യമാണ് ഫാസ്റ്റ് ഓൺ ഓഫ് സ്വിച്ചിങ്. ഓക്കെ, ഫാസ്റ്റ് ഓൺ ഓഫ് സ്വിച്ചിങ്. ഓക്കെ, ഇപ്പോൾ സിമുലേഷൻ കാണി നിങ്ങൾക്ക് അറിയായിരിക്കും, സാധാരണ മുൻപത്തെ ബൾബൊക്കെ ആണെങ്കിൽ പതിയെ പതിയെ തെളിഞ്ഞു വരും. ഓക്കെ, അല്പം സമയം എടുക്കും. പക്ഷേ ഇത് നമുക്ക് എന്ത് ചെയ്യാം? എത്ര വേണം ഓണോ ഓഫോ ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഫാസ്റ്റ് ഓൺ ഓഫ് സ്വിച്ചിങ് അവിടെ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതിൽ ഈ റിവേഴ്സ് ബയാസിംഗിൽ നമുക്കിത് കണക്ട് ചെയ്യണമെങ്കിൽ, ഓക്കെ, റിവേഴ്സ് ബയാസിംഗിൽ ഒരിക്കലും LED അവിടെ വർക്ക് ചെയ്യാറില്ല. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു റിവേഴ്സ് ബയാസിംഗ് അഥവാ നമ്മളിത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു ഫോൾട്ട് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു റെസിസ്റ്ററും, ഇതിപ്പോൾ നമ്മൾ സാധാരണ ഒരു LED ഇങ്ങനെ ഇവിടെ കണക്ട് ചെയ്തിരിക്കാം. LED എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, LED ഇതവിടെ ഗ്രൗണ്ട് ചെയ്തിരിക്കാം. ഇത് റിവേഴ്സിംഗ് കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ റിവേഴ്സിംഗ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡാമേജ് ആവേണ്ട ചാൻസ് ഉണ്ട്. അപ്പോൾ അഥവാ നമ്മൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇവിടെ ഒരു ഡയോഡ്, ഒരു പ്രൊട്ടക്റ്റിംഗ് ഡയോഡ്, നോർമൽ ഡയോഡ് നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഇവിടെ കണക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഡയോഡ് വഴി എന്ത് ചെയ്യും? ഈ കറണ്ട് അങ്ങ് പാസ് ചെയ്ത് ഗ്രൗണ്ടിലോട്ട് വെക്കോളും. ഓക്കെ, അതവിടെ റിവേഴ്സ് ബയാസിംഗ് പ്രൊട്ടക്ഷൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇത് ജസ്റ്റ് ഞാൻ സർക്യൂട്ട് നോക്കി വെച്ചിരിക്കുക. ഒരു ഡയോഡ് എന്ത് ചെയ്യും? നമ്മളിവിടെ വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു റിവേഴ്സ് വോൾട്ടേജ്, ഇപ്പോൾ 3 വോൾട്ട് ആണ് ഇതിന്റെ മാക്സിമം റിവേഴ്സ് വോൾട്ടേജ് എങ്കിൽ, റിവേഴ്സ് വോൾട്ടേജ് നമ്മുടെ സിമുലേഷനിൽ കാണിക്കാൻ പറ്റില്ല. അതിൽ ആ ഒരു റിവേഴ്സ് വോൾട്ടേജിന്റെ പ്രോഗ്രാമിംഗ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അത് കാണിക്കാൻ പറ്റില്ല. സോ റിവേഴ്സ് വോൾട്ടേജ് നമുക്ക് സാധാരണ നമ്മൾ കൊടുക്കുമ്പോൾ ഒരു സെവറിൽ വോൾട്ടേജ് കഴിയുമ്പോൾ എന്ത് ചെയ്യും? അത് പിന്നെ പെട്ടെന്ന് തന്നെ തെർമിനൽ റണ്ണവേ സംഭവിക്കും. സോ അങ്ങനെ ഡിസ്ട്രോയ് പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നത്? നമ്മളൊരു ഡയോഡ്, ഒരു റെക്ടിഫയർ, നോർമൽ ഡയോഡ്, LED അല്ല, നോർമൽ ഡയോഡ് എന്ത് ചെയ്യും? നമ്മളൊരു ഒരു ഡയോഡ് അവിടെ കണക്ട് ചെയ്തിരിക്കും. ഓക്കെ, ഡയോഡ് ഇവിടെ കണക്ട് ചെയ്തിരിക്കും പാരലായിട്ട്. സോ അങ്ങനെ എന്ത് ചെയ്യും? ആ കറണ്ട് അതുവഴി അങ്ങ് പാസ് ചെയ്ത് പൊയ്ക്കോളും. ഓക്കെ, അതാണ് ഒരു പ്രൊട്ടക്ടിങ് LED ഫ്രം റിവേഴ്സ് ബയാസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു കാര്യമാണ് മൾട്ടി കളേർഡ് LED. ഓക്കെ, ഒരു കാലത്ത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായി, നമ്മൾ ഈ ക്രിസ്മസ് ഗ്രീറ്റിംഗ്സിലും അല്ലാതെ തന്നെ ഉത്സവപ്പറമ്പിലും നോക്കുമ്പോൾ മൾട്ടി കളേർഡ് LED കണ്ടുണ്ടായിരിക്കും. അത് ഒരു LED ബൾബിൽ തന്നെ എന്ത് ചെയ്യും? ആ 2 കളേഴ്സ് അവിടെ നമുക്ക് കത്തുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഒരേ സമയം തന്നെ ഇങ്ങനൊരു കളറും മറ്റൊരു കളറും എന്ത് ചെയ്യും? അവിടെ ഇങ്ങനെ ലൈറ്റ് അപ്പ് ചെയ്യുന്നത് നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള LEDs നമ്മൾ മൾട്ടി കളേർഡ് LEDs എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ ചില ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ചില ചാർജേഴ്സും അങ്ങനെയൊക്കെ. ഒരു സമയം അതിൽ ഒരു ബൾബിൽ തന്നെ ചുവപ്പ് കത്തി നിൽക്കുന്നത് കാണാം. കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? അത് പച്ചയായിട്ട് മാറും. ചാർജിങ് കംപ്ലീറ്റ് ആകുന്ന സമയത്ത് ഗ്രീൻ ആയിട്ട് മാറുന്നതാണ്. അപ്പോൾ അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ് നമ്മളിങ്ങനെ തിരിച്ചും മറിച്ചും കണക്ട് ചെയ്തിരിക്കും. ഓക്കെ, എന്ത് ചെയ്യും? റിവേഴ്സ് ചെയ്ത് 2 ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ് എന്ത് ചെയ്യും? നമ്മളിങ്ങനെ കണക്ട് ചെയ്തിരിക്കും. കണ്ടോ? ഇങ്ങനെ കണക്ട് ചെയ്യും. അപ്പോൾ ഇത് ഒരെണ്ണം, ഇത് മറ്റൊരെണ്ണം. ഓക്കെ, 2 എണ്ണം.
എന്നിട്ട് ഇത് നമ്മളിങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് റെസ്റ്റ് ബാക്കിയെല്ലാം വെച്ചാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ കണക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും അറിയാമോ? നമ്മൾ ഒരു പൊളാരിറ്റിയിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് ഒരിക്കൽ ഫോർവേഡ് ബയാസിംഗിൽ കണക്ട് ചെയ്താൽ ഈ ഒരു സർക്യൂട്ടിനെ ഒരു തവണ ഫോർവേഡ് ബയാസിംഗിൽ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ പ്ലസ് വോൾട്ടേജ് ഞാൻ ഇവിടെ കൊടുക്കുന്നു. പ്ലസ് വോൾട്ടേജ് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു തവണ ഞാനത് ഫോർവേഡ് ബയാസിംഗിൽ കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇതിൽ ഒരു ലൈറ്റ് എന്ത് ചെയ്യും? ലൈറ്റ് അപ്പ് ആവും. ഇത് ഒരു LED എന്ത് ചെയ്യും? ലൈറ്റ് അപ്പ് ആവും. പിന്നെ ഇവിടെയൊക്കെ റെസിസ്റ്റൻസ് കൊടുക്കുന്നത് ശ്രദ്ധിക്കണം. കാരണം ഇവിടുത്തെ ഫോർവേഡ് റിവേഴ്സ് ബയാസിംഗ് ആയിട്ട് അത് ഇല്ലാതാകാനും പാടില്ല. അതിനൊക്കെ കപ്പാസിറ്റി ഉണ്ടായിരിക്കും. അതൊരിക്കലും ലൈറ്റ് പോകാനായിട്ട് പാടില്ല. അങ്ങനെ എന്ത് ചെയ്യും? ഒരെണ്ണമായിരിക്കും അവിടെ ലൈറ്റ് അപ്പ് ആവുന്നത്. അടുത്ത് പൊളാരിറ്റി തിരിച്ചു കൊടുക്കുന്ന സമയത്ത് പൊളാരിറ്റി ഇവിടെ മൈനസ് പൊളാരിറ്റി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അടുത്തൊരു LED എന്ത് ചെയ്യും? അവിടെ ലൈറ്റ് അപ്പ് ആവും. അപ്പോൾ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഈ മൾട്ടി കളേർഡ് LEDs അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ റിവേഴ്സ് പാരലായിട്ട് 2 ഡയോഡ്സ് കണക്ട് ചെയ്ത് ഇതിനകത്ത് തന്നെ കൊടുക്കാൻ പറ്റും. മൾട്ടി കളേർഡ് LEDസിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 ഡയോഡ്സ് ഇതിനകത്ത് ഇങ്ങനെ 2 ഇത് കൊടുത്തിരിക്കും. 2 ഡൈ പേസ്റ്റ് ചെയ്തിരിക്കും. എന്ത് ചെയ്താൽ മതി? അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതെന്ത് ചെയ്യാം? തിരിച്ചും ഇത് കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കളേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്യാനായിട്ട് പറ്റും. അതാണ് മൾട്ടി കളേർഡ് LEDs. പിന്നെ ഇതിൽ RGB LEDs എന്നിട്ട് LEDs ഉണ്ട്. അതായത് റെഡ്, ഗ്രീന്, ബ്ലൂ. നിങ്ങൾ ഈ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ഈ പിക്സൽ സ്ക്രീൻസ് കണ്ടിട്ടുണ്ടായിരിക്കും. വലിയ ലാർജ് സ്ക്രീനൊക്കെ നമ്മുടെ ഈ ഒരു അവാർഡ് നൈറ്റ്സും അല്ലെങ്കിൽ കോളേജ് പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച് കണ്ടായിരിക്കും. അത് ശരിക്കും നമ്മൾ സാധാരണ സ്ക്രീൻ അല്ല, പിക്സൽ LEDs ഗ്രൂപ്പ് ചെയ്തിട്ട് വരുന്ന ഇതാണ്. അപ്പോൾ അതിൽ ഒരു LED തന്നെ എന്ത് ചെയ്യും? RGB എന്ന് പറഞ്ഞിട്ട് 3 കളേഴ്സ് ലൈറ്റ് അപ്പ് ആവും. റെഡ്, ഗ്രീൻ, ബ്ലൂ എന്ന് പറഞ്ഞിട്ട് 3 കളേഴ്സ് എന്ത് ചെയ്യും? അവിടെ നമുക്ക് ലൈറ്റ് അപ്പ് ആവും. അങ്ങനെ അവരുടെ കോമ്പിനേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഫറെൻറ്റ് കളേഴ്സ് അവിടെ ഫോം ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇതിനകത്തുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് നോക്കുക, ഇവിടെ ഇരിക്കുന്ന RGB LED. മൾട്ടി കളേർഡ് LEDസും ഇതൊരു പ്രിൻസിപ്പിൾ തന്നെയാണ്. പിന്നെ ഇതിൽ 3 കളേഴ്സ് വരും. അപ്പോൾ ഞാൻ ഇവിടെ ഇത് ഓൺ ചെയ്യുന്ന സമയത്ത് കണ്ടോ, റെഡ് കളറാണ് എന്ത് ചെയ്യുന്നത്? അവിടെ ലൈറ്റ് അപ്പ് ആവുന്നത്. ഇത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി വെച്ചിരിക്കുന്നത് കേട്ടോ. ഓരോന്നും കാണിച്ചിരിക്കുന്നത് 3 കളേഴ്സ് കാണിക്കാൻ വേണ്ടിയാണ് പ്രത്യേകിച്ച് കാണിച്ചിരിക്കുന്നത്. ഇതാണ് RGB LED. അപ്പോൾ ഇത് ഓൺ ചെയ്യുന്നു കണ്ടോ, അതെന്ത് ചെയ്യും? അവിടെ ലൈറ്റ് അപ്പ് ആവും. ഗ്രീൻ കളറിൽ ബ്ലൂ ലൈറ്റ് അപ്പ് ആവും. ഇത് ഓൺ ചെയ്യുന്ന സമയത്തോ ഗ്രീൻ ആവും. അപ്പോൾ ഒരു ഇതിൽ തന്നെ ഒരു ഗ്രൗണ്ട്, കോമൺ ഗ്രൗണ്ട് കാഥോഡും ബാക്കി ഓരോ ആനോഡും, ഒരു റെഡിൻ്റെ ആനോഡ്, ഒരു ബ്ലൂവിൻ്റെ ആനോഡ്, ഒരു ഗ്രീനിൻ്റെ ആനോഡ്, അങ്ങനെ 3 ആനോഡ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കണക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും 2 ആനോഡ് ഒന്നിച്ച് കണക്ട് ചെയ്യുവാണെങ്കിൽ ഇവിടെ ഞാൻ ഈ ഒരു റെഡിനെയും ഗ്രീനിനെയും ഒന്നിച്ചിവിടെ കണക്ട് ചെയ്യാം. ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഒന്ന് ഓൺ ചെയ്താൽ നമുക്ക് പുതിയൊരു കളർ അവിടെ കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കുക. കണ്ടോ, എന്ത് കിട്ടുന്നു? റെഡും ഗ്രീനും കൂടി ചേർന്നിട്ട് അപ്പോൾ നമ്മൾ എന്ത് കളർ കാണുക? ഒരു യെല്ലോ കളർ. അപ്പോൾ ഇങ്ങനെ ഇവരെ കമ്പൈൻ ചെയ്ത് അല്ലെങ്കിൽ ഇവരുടെ കോമ്പിനേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഫറെൻറ്റ് കളേഴ്സ് അവിടെ ഫോം ചെയ്യാൻ പറ്റും. ഇത് LED ഒരു ആപ്ലിക്കേഷനാണ്. ഇതാണ് ഇപ്പോൾ നമ്മൾ കൂടുതലും പിക്സൽ LEDs യൂസ് ചെയ്യുന്നത്. സ്ക്രീൻ നിർമ്മിക്കാനും അതുപോലെ തന്നെ നമുക്ക് ഉത്സവത്തിന്, ഫെസ്റ്റിവൽസിനൊക്കെ യൂസ് ചെയ്യുന്ന ലൈറ്റ്സ്, ഡെക്കറേറ്റീവ് ലൈറ്റ്സ് ഒക്കെ നിർമ്മിക്കാനും ഇത്തരം കാര്യങ്ങൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ കണക്ഷൻ കൊടുക്കാതെ ഗ്രീൻ മാത്രമേ ഉള്ളൂ. പൂർവ്വം എന്ത് ചെയ്യും? കണ്ടോ, യെല്ലോ വരുന്നു. ഇനി വേറെ കളേഴ്സ് ഒക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ കൊടുക്കാൻ സാധിക്കും. ഓരോന്നും അങ്ങോട്ട് ഇങ്ങനെ മാറ്റുന്നതനുസരിച്ച് എന്ത് ചെയ്യും? കളേഴ്സ് അവിടെ മാറും. അപ്പോൾ ഇതാണ് RGB LEDs. ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി ഇതിൽ വരുന്നത് നമുക്ക് അതിന്റെ ആപ്ലിക്കേഷൻസ് കൂടിയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഇതിൽ വരുന്നത്. ആപ്ലിക്കേഷൻസ് കൂടി നമുക്ക് എന്ത് ചെയ്യുന്നത്? ഇതിൽ വരുന്നത്. ദെൻ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാം? പവർ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാം. എന്തായിട്ടാ? പവർ ഇൻഡിക്കേറ്റേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാര്യം ഓൺ ആണോ ഓഫ് ആണോ, ഒരു സ്വിച്ച് ഓൺ ആണോ ഓഫ് ആണോ അറിയാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പവർ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ടിപ്പിക്കലി നമ്മൾ ഒരു പവർ സപ്ലൈ കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു പവർ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ മറ്റൊരു യൂസ് ആണ് 7 സെഗ്മെന്റ് ഡിസ്പ്ലേ. എന്താണ് 7 സെഗ്മെന്റ് ഡിസ്പ്ലേ? 7 സെഗ്മെന്റ് ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ മനസ്സിലായി, പവർ ഇൻഡിക്കേറ്റേഴ്സ് ഓൺ ആണോ ഓഫ് ആണോ ഒക്കെ അറിയാൻ വേണ്ടിയാണ് പവർ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. 7 സെഗ്മെന്റ് ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ 7 സെഗ്മെന്റ് ഉണ്ടാവും. ഇങ്ങനെ 7 സെഗ്മെന്റ് അവിടെ ഉണ്ടാവും. ഈ 7 സെഗ്മെന്റും കൂടി ജോയിൻ ചെയ്താണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഒരു നമ്പർ അവിടെ നമുക്ക് കാണിക്കാൻ പറ്റുന്നത്. ആൽഫബറ്റിൽ എല്ലാ നമ്പേഴ്സും അതിൽ വിസിബിൾ അല്ല. നമുക്ക് നമ്പേഴ്സ് 0 മുതൽ 9 വരെ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതാണ് എന്ത് ചെയ്യുന്നത്? 7 സെഗ്മെന്റ് ഡിസ്പ്ലേയിൽ വരുന്നത്. അപ്പോൾ ഇതിന്റെ വർക്കിംഗ് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഇത് ഓരോ LEDs ആണ് കേട്ടോ. ഇങ്ങനെ ഓരോ ഷേപ്പിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇങ്ങനെ വെക്കാറുണ്ട്. ഓരോ LEDs ആണ്. ഇനി ഇന്ത്യയിൽ കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ കണക്ഷൻസും ഇതിന്റെ വർക്കിംഗ്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം? അവിടെ ഡിസ്കസ് ചെയ്യാം. ഇത് നമുക്ക് നേരത്തെ പറഞ്ഞു തന്നെ ഓരോ ഇത് നമുക്ക് എന്താ ഇത് ഓൺ ചെയ്യുമ്പോഴാണ് ഇത് ഓരോ ഡിജിറ്റ് അവിടെ ലൈറ്റ് അപ്പ് ആവുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് 7 കാണിക്കണമെങ്കിൽ ഇതിവിടെ ഓൺ ആവും, ഇത് ഓൺ ആവും, ഇതും എന്ത് ചെയ്യും? ഇങ്ങനെ ഓൺ ആവും. അപ്പോൾ ഇങ്ങനെ ഓൺ ചെയ്യുന്ന 7 ആയിട്ട് വരും. അടുത്ത് നമുക്കിപ്പോൾ 6 ആണ് കാണിക്കേണ്ടെങ്കിലോ, 6 നമ്പറാണ് കാണിക്കേണ്ടെങ്കിൽ എന്തൊക്കെ ഓൺ ആവും? ഈ ഒരു ലൈറ്റ് അവിടെ കത്തും, ഈ ലൈറ്റ് അവിടെ ഓൺ ആവും, ഇതിവിടെ ഓൺ ആവും,
ഇങ്ങനെ ഉണ്ടാവും 6 ആയിട്ട് എന്ത് ചെയ്യും അവിടെ വരും. ഒരു ഇത് പോയി കഴിഞ്ഞാൽ എന്താ കണ്ടിങ്ങനെ 5 ആയിട്ട് വരും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഡീറ്റെയിൽ വർക്കിംഗ് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ എന്ത് ചെയ്യാം അവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.